എന്നെ വെൽക്കം ചെയ്ത കൊച്ചമ്മയും സന്തോഷ് സാറിൻ്റെ വൈഫുമായ ലീന സന്തോഷ്, നിങ്ങൾക്ക് മെസ്സേജ് തരാൻ വേണ്ടി ഈ ഒരു ഗ്യാതറിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സന്തോഷ് അച്ഛനും സന്തോഷ് അച്ഛൻ്റെ ഫാമിലി ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനം വഹിക്കുന്ന കൊച്ചമ്മ, അവരുടെ മകൻ, അതായത് ഡിസൈൻ ചെയ്ത ആരോൺ, എല്ലാ വിമൻസ് ഫെലോഷിപ്പ് മെമ്പേഴ്സ് ആൻഡ് ചർച്ച് മെമ്പേഴ്സിനാവും എൻ്റെ എല്ലാ ദൈവ മക്കൾക്കും സജ്ജനങ്ങൾക്കും സന്മനസ്സുള്ളവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു സ്നേഹക്കൂടാരത്തിലേക്ക് ഞാൻ എത്തിയത് നിങ്ങളുടെ പോസിറ്റിവിറ്റി അനുഭവിക്കുവാനായിട്ട് ഹോളി സ്പിരിറ്റ് എനിക്ക് നൽകിയ സുവർണാവസരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ വളരെയധികം ഉത്സാഹത്തോടുകൂടി കേൾക്കാനിരിക്കുന്ന കുറച്ച് മിടുക്കന്മാരെയും മിടുക്കികളെയൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അധ്യായമായി നിങ്ങളോടൊപ്പം കുറച്ചു നേരം പങ്കുവയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു സന്തോഷത്തിന് കാരണക്കാരനായ എസ്പെഷ്യലി എൻ്റെ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള സന്തോഷ് അച്ഛനും, അച്ഛൻ്റെ മനസ്സിൽ എൻ്റെ പേര് ഓർമ്മപ്പെടുത്തിയ ഹോളി സ്പിരിറ്റിനും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. എന്നെ കേൾക്കാനായി കാതുകുറിപ്പിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം ചർച്ച ചെയ്യുന്ന വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ എംപവർമെൻറ്റ്, വിമൻ എംപവർമെൻറ്റ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഹോളി സ്പിരിറ്റിന് മുന്നിൽ വിമനെന്നോ മെന്നെന്നോ വ്യത്യാസങ്ങളൊന്നുമില്ല. അവിടെ ലിംഗപരമായ ഡിസ്ക്രിമിനേഷൻ ഇല്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഒരൊറ്റ സൃഷ്ടി മാത്രമേ ഹോളി സ്പിരിറ്റിന് മുന്നിൽ ഉള്ളൂ. അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ ലിംഗവ്യത്യാസമില്ലാതെയാണ് ഹോളി സ്പിരിറ്റ് എല്ലാവരെയും മക്കളായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഹൈലി ഒരു മൈൻഡ് എംപവേർഡ് ആയിട്ടുള്ള ഒരു അത്രയും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏത് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോഴും ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഈ ചോദ്യങ്ങൾ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്ന ചില ആശങ്കകളും ചില സംശയങ്ങളും ഒക്കെയാണ്. എന്തായാലും ഈ സംശയങ്ങൾ മാറാതെ ചോദ്യങ്ങൾ അവസാനിക്കില്ല. അതിന് മരണം വരെയും നമ്മുടെ ചോദ്യങ്ങളൊന്നും അവസാനിക്കില്ല. അപ്പോൾ ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് മിക്കവാറും വാട്ട് എന്നാണ് ആദ്യം നമ്മൾ ചോദിച്ചു തുടങ്ങുക. പിന്നെ അത് ഹൗ എന്ന് ആ ചോദ്യത്തിന് വഴിമാറും. ആദ്യം എന്തെന്ന് ചോദിച്ചു, പിന്നെ എങ്ങനെയെന്ന് ചോദിച്ചു പഠിച്ചു. ഒരു പ്രായം വരെ നമ്മൾ അതെന്താണ് അച്ഛ, ഇതെന്താണ് അമ്മേ എന്ന് ചോദിക്കുന്നതല്ലാതെ അത് എങ്ങനെയാണ് അമ്മേ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധി കുറച്ചും കൂടെ വളരണം. അങ്ങനെ വളരുമ്പോഴാണ് ഹൗ എന്നുള്ള ചോദ്യം വരുന്നത്. പിന്നീടാണ് വൈ എന്നുള്ള ചോദ്യം വരുന്നത്. എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം വരുന്നത്. വാട്ട്, ഹൗ, വൈ എന്ന് പറയുന്ന ആ ഒരു 3 ചോദ്യ രീതികളെയാണ് ഗോൾഡൻ സർക്കിൾ എന്നറിയപ്പെടുന്നത്. ഇത് ഒരു 3 സർക്കിളാണ്. ആദ്യം പുറമേ ഉള്ളൊരു സർക്കിൾ, അതിനുശേഷം അകത്തൊരു സർക്കിൾ, വീണ്ടും അകത്തൊരു ചെറിയ സർക്കിൾ. ഇതാണ് ഗോൾഡൻ സർക്കിൾ എന്നറിയപ്പെടുന്നത്. നിങ്ങൾ ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റും വാട്ട് ഈസ് ഗോൾഡൻ സർക്കിൾ, വാട്ട്സ് ദ മീനിങ് ഓഫ് ഗോൾഡൻ സർക്കിൾ. വാട്ട്, ഹൗ, വൈ. ഈ വൈ എന്ന് പറയുന്നിടത്താണ് അവയർനെസ് കിടക്കുന്നത്. അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കിടക്കേണ്ടി വരും. ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവർക്കുള്ളതാണ് എപ്പോഴും ക്യൂരിയോസിറ്റിയിൽ നിന്നുള്ള, ആ ജിജ്ഞാസയിൽ നിന്നുള്ള അറിവിൻ്റെ ബോധനം എന്ന് പറയുന്നത്. ആ അറിവിൻ്റെ ബോധനമാണ് അവയർനെസ് എന്ന് പറയുന്നത്. ആ അവയർനെസ്സാണ് ABC ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അവയർനെസ് ബിഫോർ ചേഞ്ച്, ABC, അവയർനെസ് ബിഫോർ ചേഞ്ച്. ഈ അവയർനെസ് ബിഫോർ ചേഞ്ച് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട. ടു ബി കോൺഷ്യസ്, ടു ബി ഫോക്കസ്, ടു ബി കോൺസെൻട്രേറ്റ്. നിങ്ങൾ എവിടേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എവിടേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് കോൺഷ്യസ് ആയിട്ടിരിക്കേണ്ടത്. അവയർനെസ് ഇല്ലാതെ, അവയർനെസ് പ്രിസീഡ്സ് ചേഞ്ച് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പാട്ട് പാടി, യേശു മാറാത്തവൻ, അല്ലേ? യേശുവിനൊരു മാറ്റവും ഇല്ല. ഇനി എത്ര മനുഷ്യരാശി വന്നാലും യേശു തന്നെയാണ്. ചില നമ്മൾ അവിടേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് നമുക്കൊക്കെ ഒരു ബർത്ത്ഡേ ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ബർത്ത്ഡേയുടെ പ്രത്യേകത എന്താണ്? ദാറ്റ്സ് യുവർ ഫിസിക്കൽ ബർത്ത്ഡേ. അത് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന ഈ ഒരു യന്ത്ര സംവിധാനത്തിൻ്റെ, നമ്മുടെ ടൈറ്റിലിൻ്റെ, നമ്മൾ പേര് വഹിക്കുന്ന ഈ ഒരു ശരീരത്തിൻ്റെ ജന്മം എപ്പോഴാണോ നടക്കുന്നത്, ആ ജന്മത്തിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ബർത്ത്ഡേ എന്ന് പറയുന്നത്. മനസ്സിനൊരു ബർത്ത്ഡേ ഉണ്ട്. അത് നമ്മൾ അവയർനെസ് നേടുമ്പോഴാണ് ഈ മനസ്സിൻ്റെ ബർത്ത്ഡേ നടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വി സെലിബ്രേറ്റ്, ഓഫ് കോഴ്സ്. നമ്മുടെ ബർത്ത്ഡേ എല്ലാവരും ആസ്വദിക്കാറുണ്ട്, ആഘോഷിക്കാറുണ്ട്, അല്ലേ? എല്ലാവർക്കും ഒരു ഡേറ്റ് ഉണ്ടാവും, ബർത്ത് ഡേറ്റ് ഉണ്ടാവും. ആ ബർത്ത് ഡേറ്റിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും അവരവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് മഹാത്മാഗാന്ധി എന്ന ഗ്രേറ്റ് ലീഡറുടെ ബർത്ത്ഡേ ആണ്.
അത് ഇന്നത്തെ ഈ ദിവസമാണ് ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്. ഒക്ടോബർ 2 എന്ന് പറയുന്ന ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ദിവസം നമ്മുടെ സബ് കോൺഷ്യസിൽ നമ്മൾ കണ്ടീഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡിസംബർ 25 എന്ന് പറയുന്നത് ആരുടെ ബർത്ത്ഡേ ആണ്? അപ്പോൾ ഡിസംബർ 25 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഓർമ്മ വരും, അത് ജീസസ് ക്രൈസ്റ്റിന്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടീഷൻ ചെയ്തു വെച്ചിരിക്കുന്ന, നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലും ഫെയ്ത്തിലും ഒക്കെ കണ്ടീഷൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ബർത്ത്ഡേ ആണ് ഒക്ടോബർ 2 എന്ന് പറയുന്നത്. ഒക്ടോബർ 2 മുമ്പും ആൾക്കാർ ജനിച്ചിട്ടുണ്ട്, അതിനുശേഷവും ആൾക്കാർ ജനിച്ചിട്ടുണ്ട്. പക്ഷേ എത്രയോ പേർ ആ ഒക്ടോബർ 2 ജനിച്ചിട്ടും ഈ ഒക്ടോബർ 2 നമ്മൾ രാഷ്ട്രപിതാവിന് വേണ്ടി മാറ്റിവെച്ചു. എന്തുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാരും ഈ ഒക്ടോബർ 2 പേരിൽ ജന്മദിനം ആഘോഷിക്കാൻ നമ്മൾ കലണ്ടറിൽ മാർക്ക് ചെയ്യാത്തത്? അത് രാഷ്ട്രപിതാവിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഡേറ്റാണ്. അതിലിനി വേറെ ആരും ഏത് മഹത്തുക്കൾ വന്നാലും ഇനി ആ ഒക്ടോബർ 2 എന്ന് പറയുന്നത് രാഷ്ട്രപിതാവിന് വേണ്ടി മാത്രമുള്ള ഡേറ്റായി. അതിന് ലോകമുള്ള കാലം വരെയും അങ്ങനെ തന്നെയായിരിക്കും. ഇനി ഡിസംബർ 25 വേറെ ഒരു മഹാത്മാവ് വന്നാലും ഈ ഡിസംബർ 25 എന്ന് പറയുന്ന ഡേറ്റ് അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും? നമ്മുടെ മാറാത്തവൻ യേശുവിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. ആ ഡേറ്റ് ഒരിക്കലും മാറ്റാൻ പറ്റും. ആ ഡേറ്റ് മാറ്റിയാൽ കഴിഞ്ഞു. ആ ഡേറ്റ് യേശുവിന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നു. പക്ഷേ ഈ ഗാന്ധിജിയുടെ മരണത്തിന് ശേഷമാണ് ഈ 2 എന്ന് പറയുന്ന ഒക്ടോബർ 2 പ്രാധാന്യം കൂടിയത്. മോഹൻദാസിൽ നിന്നും മഹാത്മാഗാന്ധിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ആ സമയത്താണ് അത് സംഭവിക്കുന്നത്. അതുവരെ മോഹൻദാസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ബർത്ത്ഡേ ലോകം ആഘോഷിച്ചിട്ടില്ല. മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആ ഒരു സ്ഥാനപ്പട്ടം കിട്ടിയതിന് ശേഷമാണ് ലോകത്താകമാനം ലീഡർഷിപ്പ് എവിടെയുണ്ടോ അവിടെയെല്ലാം മഹാത്മാഗാന്ധിയുടെ പേരെഴുതി ചേർക്കപ്പെട്ടു. നമ്മൾ അഭിമാനിക്കണം. ലോകത്തെവിടെയൊക്കെ ഏതൊക്കെ നേതാക്കന്മാരുണ്ടോ ആ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവെന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അഭിമാനിക്കാം. അതൊരു മൈൻഡ് റീബർത്ത് ആയിരുന്നു. ആ മൈൻഡ് ബർത്താണ് നമ്മളിലും നടക്കേണ്ടത്. അവിടെ ഒരു മൈൻഡ് റീബർത്ത് ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ജനിച്ചു. പക്ഷേ മോഹൻദാസ് ആയിട്ടാണ് ജനിച്ചത്. പക്ഷേ അദ്ദേഹം മഹാത്മാഗാന്ധിയിലേക്കുള്ളൊരു മാറ്റം, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ദാറ്റ്സ് കോൾഡ് എൻലൈറ്റൻമെൻറ്റ്. അവിടെ ഒരു എൻലൈറ്റൻമെൻറ്റ് നടന്നിരിക്കും. എന്താണ് എൻലൈറ്റൻമെൻറ്റ്? ആ എൻലൈറ്റൻമെൻറ്റ് ഇല്ലാതെ യേശുവും നമുക്ക് ലീഡറായി മാറില്ല, അല്ലേ? നമ്മളെന്ന് പറയുന്ന ആടുകളെ നയിച്ചു കൊണ്ടുപോയ ഇടയൻ, അവനാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ആ യേശു ക്രിസ്തുവിനും ഒരു എൻലൈറ്റൻമെൻറ്റ് കിട്ടി. അവിടെയാണ് എംപവർമെൻറ്റ് നടക്കുന്നത്. പീസ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഓഫ് മാൻ കൈൻഡ്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധിയെങ്കിൽ മുട്ടുപിൻ തുറക്കപ്പെടും, നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുക, ദൈവമേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവരറിയുന്നില്ല എന്നൊക്കെ വിലപിച്ച യേശു ക്രിസ്തു സമാധാനത്തിൻ്റെ പോരാളിയായി. അതുപോലെ തന്നെ സമാധാനത്തിനും അഹിംസയ്ക്കും വേണ്ടി നിലകൊണ്ട നമ്മുടെ പിതാവ്, നമ്മുടെ രാഷ്ട്രപിതാവ്, ഇവർ 2 പേരും സമാധാനത്തിന് വേണ്ടി തന്നെയാണ് നിലകൊണ്ടത്. അതേപോലെ ആഗ്നസ് എന്നുള്ള പേരിൽ ജനിച്ച് മദർ തെരേസ എന്നുള്ള പേരിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായി മാറിയ മദർ തെരേസ, ഇവരൊക്കെ ലോകത്തെന്തു മാറ്റം വരണം എന്നാണ് ആലോചിച്ചത്. എന്തൊക്കെ മാറ്റം കൊണ്ടുവരാം? അവർ മാറ്റത്തിന് വേണ്ടി നിലകൊണ്ടു. അവർ ലീഡേഴ്സായി മാറി. അവർ മാറ്റം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ലോകത്തെന്ത് മാറ്റം വരണം എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്, ആ മാറ്റം നിങ്ങളിൽ വരുത്തണം, അതാകണം എന്ന് ഓർമ്മപ്പെടുത്തിയ മഹാത്മാവിൻ്റെ മഹത്തായ തോട്ടുകൾക്കും കോട്ടുകൾക്കും മുൻപിൽ ആദരവോടെ പ്രണാമം അർപ്പിക്കുന്നു. എന്തായാലും നമുക്കൊരു മാറ്റം ആവശ്യമാണ്. ഈ മാറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ യേശു മാറാത്തവൻ എന്ന് പാടി, പക്ഷേ യേശുവിന് മാറ്റമൊന്നുമില്ല. ഒരു സത്യത്തിനും മാറ്റമില്ല. സത്യം ഒരിക്കലും മാറില്ല. സത്യം ഉറച്ചതാണ്. സത്യത്തിനെ മാറ്റാൻ പറ്റില്ല. പക്ഷേ മാറേണ്ടവർ നമ്മളാണ്. നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾക്ക് പരാജയങ്ങളുണ്ടാകും. അപ്പോൾ നമ്മളെ മാറ്റാൻ വരുന്ന ശക്തികളെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. മാറ്റത്തെ ഉൾക്കൊള്ളാത്തവർ പരാജയപ്പെടും. മാറ്റത്തെ ഉൾക്കൊള്ളുന്നവർ അതിജീവിച്ചു പോകും. മാറ്റത്തെ മുൻകൂട്ടി കാണുന്നവർ വിജയിക്കും. മാറ്റത്തെ ഉണ്ടാക്കുന്നവർ മുൻനിരയിലെത്തും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മദർ തെരേസ, നമ്മുടെ സ്വന്തം പിതാവ് മഹാത്മാഗാന്ധിജി, രാഷ്ട്രപിതാവ് ജീസസ് ക്രൈസ്റ്റ്, ഇവരൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ആ ഉണ്ടാക്കിയ മാറ്റത്തിലൂടെ ഒരു ജന്മരാശി അല്ലെങ്കിൽ ഒരു ജീവരാശിയെ മുഴുവൻ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് വലിയൊരു മാറ്റത്തിൻ്റെ വിപ്ലവം ഉണ്ടാക്കിയെടുത്ത ശക്തികൾ. അതുകൊണ്ടാണ് മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്നത്. നമ്മൾ മാറി ചിന്തിക്കാൻ തയ്യാറാവണം. ഇവിടെ കൊറോണയൊന്നും അല്ല പ്രശ്നം, നമ്മുടെ മനസ്സാണ് പ്രശ്നം. നമ്മുടെ മനസ്സ് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് മാറുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. മനസ്സിന് മാറ്റം ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിന് മാറ്റം ഉണ്ടാകും. ജീവിക്കുമ്പോൾ നമുക്കൊരു പേഴ്സണലായിട്ടുള്ള പർപ്പസ്, നമ്മുടെ വ്യക്തിപരമായ ഒരു ലക്ഷ്യമുണ്ട്. ഈ വ്യക്തിപരമായ ഒരു ലക്ഷ്യത്തിനപ്പുറം ഒരു യൂണിവേഴ്സൽ പർപ്പസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ യൂണിവേഴ്സൽ പർപ്പസ് എന്ന് പറയുന്നത് ദൈവികമായ ഒരു ദൗത്യമാണ്.
നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ ദൈവിക ദൗത്യം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് തിരിച്ചടികൾ ഉണ്ടാകുന്നത്. അത് തിരിച്ചറിയുമ്പോൾ നമ്മളൊരു തിരിച്ചുവരവിന് ശ്രമിക്കും, തിരിച്ചു പിടിക്കലുകൾക്ക് ശ്രമിക്കും. അവിടെയാണ് സെൽഫ് റിയലൈസേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന് പറയുന്നത് വിവേകാനന്ദൻ പറഞ്ഞതാണ്. ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറയും. നിങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറയും പോലെയുള്ളൊരു റവലേഷനാണ്, റിയലൈസേഷനാണ്, റെസൊല്യൂഷനാണ്, റവല്യൂഷനായി മാറും. അതൊരു വിപ്ലവമാണ്. നമ്മൾക്കൊരു റവലേഷൻ ഉണ്ടാകുമ്പോൾ, റവലേഷൻ എന്ന് പറയുന്നത് എന്താണ്? വെളിപാടെന്ന്. റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവാണ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദൃഢപ്രതിജ്ഞകളാണ്. റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വിപ്ലവമാണ്. അപ്പോൾ വിപ്ലവം ഉണ്ടാകണമെങ്കിൽ നമ്മൾ തിരിച്ചറിയണം. ബൈബിളിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവുണ്ട്. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ ക്രൈസിസുകൾക്കും ഉള്ള ഉത്തരം സുവിശേഷമായിട്ടും സങ്കീർത്തനമായിട്ടും സദൃശ്യവാക്യങ്ങളായിട്ടും ബൈബിളിൽ തന്നെ അടക്കം ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര പേർ ബൈബിൾ പൂർണ്ണമായിട്ടും വായിച്ച് പഠിച്ച് ജീവിതത്തിൽ പ്രായോഗികമായി പരിപാലിക്കുന്നുണ്ട്? ആ അറിവിനെ പ്രയോഗിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. സക്സസ് എന്ന് പറയുന്നത് ഒരു മിസ്റ്ററി ഒന്നുമല്ല. സക്സസ് എന്ന് പറയുന്നത് മാസ്റ്ററിയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രാക്ടീസ് എന്ന് പറയുന്നത് റെപ്പറ്റീഷനാണ്. റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് ബോറിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു കാരണവശാലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. ഞാനത് മാറ്റി പറയുന്നു. പ്രാക്ടീസ് മേക്ക് എ മാൻ പോളിഷ് വിത്ത് മാക്സിമം പെർഫെക്ഷൻ എന്ന് മാറ്റി പറയും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കി തരുന്നു. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അവയർനെസ്സാണ്. ഈ അവയർനെസ് മാനിഫെസ്റ്റേഷനാണ്. എന്താണ് മാനിഫെസ്റ്റേഷൻ? നമ്മളുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തെടുത്ത് പ്രദർശിപ്പിക്കാൻ നടത്തുന്ന പെർഫെക്ഷനുള്ള ഒരു ശ്രമമാണ്. അത് ഓൾറെഡി ഇൻ മാൻ, അത് അവനിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് കണ്ടെത്തണം, ഫൈൻഡ് ഔട്ട് ദാറ്റ്. അത് കണ്ടെത്തണം. ഈ കണ്ടെത്തുക എന്ന് പറയുന്ന പ്രവൃത്തി ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരിക്കൽ മനുഷ്യൻ്റെ ഏറ്റവും മികച്ച ഒരു കഴിവ് ദൈവത്തിന് മനുഷ്യന് കൊടുത്തില്ല എന്ന് തോന്നിയ ഘട്ടത്തിൽ അദ്ദേഹം, അതായത് യൂണിവേഴ്സൽ സ്പിരിറ്റ്, അതായത് നമ്മുടെ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന നമ്മുടെ പരിശുദ്ധ പിതാവ് കാലത്തിനെയും കർമ്മത്തിനെയും വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കയ്യിലേക്ക്, ഇത് മനുഷ്യൻ്റെ ശരീരത്തിൽ നിക്ഷേപിക്കാനുള്ള കഴിവാണ്, ഈ കഴിവ് അവൻ കാണാത്ത എവിടെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. ആ പരിശുദ്ധ പിതാവ് കാലത്തിൻ്റെ അടുത്തും കർമ്മത്തിൻ്റെ അടുത്തും ഈ ഡ്യൂട്ടി നിയോഗിച്ചതിന് ശേഷം അവരെ പറഞ്ഞയച്ചു. അവർ ലോകം മുഴുക്കെ പരതി നടന്നു. എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കുന്നത്? മനുഷ്യൻ്റെ കഴിവാണ്. ഈ കഴിവിനെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും? അങ്ങനെ സാഗരങ്ങൾക്ക് താഴെയും അടിത്തട്ടിലും മലകൾക്ക് മുകളിലും ലോകത്തിൻ്റെ എല്ലാ കോണുകളും അരിച്ചു പറക്കിയിട്ട് പോലും മനുഷ്യൻ എവിടെയും എത്താത്ത സ്ഥലങ്ങളില്ല എന്നവർ ബോധിച്ചു. മനുഷ്യൻ എവിടെയും എത്തും. അങ്ങനെ അവർ സ്പേസിലേക്ക് പോയി, ചന്ദ്രനിലേക്ക് പോയി, പല ഗ്രഹങ്ങളിലേക്ക് പോയി, സ്പേസിൽ അവിടെ എവിടെയെല്ലാം കറങ്ങി നടന്നു. എന്നിട്ടൊന്നും അവർക്ക് തൃപ്തി വരുന്നില്ല. അവൻ എവിടെയും എത്തും. അന്തർവാഹിനി കൊണ്ട് അവൻ കപ്പലിൻ്റെ ആഴങ്ങളിലെത്തും. ഉയർന്ന് പറക്കാൻ കഴിയുന്ന റോക്കറ്റുകളിലൂടെ അവൻ ആകാശത്തെത്തും. അവൻ ഹെലികോപ്റ്ററിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങളോ ഉപയോഗിച്ച് മലയുടെ മടക്കുകളും അവിടെ എല്ലാം അരിച്ചു പറക്കും. അവനത് കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് കാലവും കർമ്മവും കൂടി നേരെ പരിശുദ്ധ പിതാവിനടുത്ത് മടങ്ങിയെത്തുകയാണ്. വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് അദ്ദേഹത്തിന് പരാതി പറയുകയാണ്. മനുഷ്യൻ എവിടെയും എത്തും. അതാണ് മനുഷ്യൻ്റെ മിടുക്ക്. ഇത് ഞങ്ങൾ അശക്തരാണ്. ഈ കഴിവ് ഒളിപ്പിക്കാൻ ഈ ഭൂതലത്തിലോ പാതാളത്തിലോ സ്വർഗത്തിലോ ഒരിടത്തും ഒരു സ്ഥലവുമില്ല. അതുകൊണ്ട് ഇത് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരിടത്തും ഇത് ഒളിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ ഒളിപ്പിക്കാൻ. ആ സ്ഥലം അവൻ്റെ തലയ്ക്കുള്ളിൽ ഹൈപ്പോഥാലമസിനും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനും അടുത്തായിട്ട് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിക്കാൻ പറഞ്ഞു. എവിടെയാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനും ഹൈപ്പോഥാലമസിനും തൊട്ടടുത്തായിട്ട് അവൻ്റെ തലയ്ക്കുള്ളിൽ ഒരു സ്ഥലമുണ്ട്. ഒരിക്കലും അവൻ കണ്ടുപിടിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണ്. കണ്ടുപിടിക്കണമെങ്കിൽ അവൻ ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. ആ കഴിവ് അവൻ്റെ തലയ്ക്കുള്ളിൽ നിന്നും പുറത്തു വരണമെങ്കിൽ അവൻ മെഡിറ്റേഷൻ ചെയ്യണം, പ്രാണായാമം ചെയ്യണം, ശ്വാസോച്ഛ്വാസിൽ ശ്രദ്ധിക്കണം. ധ്യാനിക്കാതെ ഒരു കാരണവശാലും ആ കഴിവ് പുറത്തെടുക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ മനസ്സ് കുരങ്ങിനെ പോലെയോ കഴുതയെ പോലെയോ കുതിരയെ പോലെയോ കരുനാഗത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ മനസ്സൊരിക്കലും, ചാഞ്ചാടുന്ന മനസ്സിനൊരിക്കലും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കോൺസെൻട്രേറ്റ് ചെയ്താലേ ആ പവറിനെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്തു? കാലവും കർമ്മവും കൂടെ കൊണ്ടുവന്നിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു വെച്ചു. ഈ കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മളത് കണ്ടെത്തണം. ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ജോസഫ് മർഫി അത് എടുത്തെടുത്ത് പറയുന്നു. ഈ ജോസഫ് മർഫിയുടെ ഈ പുസ്തകത്തിൽ
പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ബൈബിളിലും പറഞ്ഞിട്ടുള്ളതാണ്. രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പവർ എടുത്തിട്ട് നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും, നമുക്കിത് ഫീൽ ചെയ്യാനും പറ്റും. നമ്മളെ നമുക്ക് ഫീൽ ചെയ്യാം. രോഗശാന്തി ശുശ്രൂഷകൾ ചെയ്യാൻ നമ്മുടെ ശരീരമുണ്ടാക്കിയ ആ കഴിവിൽ തന്നെ ആ ശരീരത്തിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിനെയും ചികിത്സിക്കാൻ പറ്റിയ ശക്തിയും വൈദ്യനുമെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. അത് വെച്ച് ഹീൽ ചെയ്യാം, അത് നമുക്ക് ഫീൽ ചെയ്യാം. നമ്മൾ ഫീൽ ചെയ്ത് നമ്മളൊന്ന് ഹീൽ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന വൈദ്യൻ നമ്മളെ തന്നെ ശുശ്രൂഷിക്കാൻ ശക്തനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ യേശുവിനെ വിളിച്ചിട്ട് ആ സബ് കോൺഷ്യസിൽ ജസ്റ്റ് ഒരു കമാൻഡ് കൊടുത്താൽ മതി, നിങ്ങൾ അവിടം സുഖമാകട്ടെ 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 എന്ന് പറഞ്ഞാൽ മാത്രം മതി. തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ സുഖം ഫീൽ ചെയ്തിരിക്കും. ഇത് സത്യമായ കാര്യമാണ്. ഇറ്റ്സ് എ ഫാക്ട്. ഇത് ഫാക്റ്റാണ്, ഇതൊരു ബേസാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബാറ്ററിയെ ചാർജ് ചെയ്യാനുള്ള മൈൻഡ് പവറിങ്, നിങ്ങളുടെ ബ്രെയിൻ പവറിൽ വയറിങ്, അതേപോലെ മൈൻഡ് വയറിങ്, ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ബാറ്ററി ആണെങ്കിലും അതിനെ ചാർജ് ചെയ്യാനുള്ള വഴി നമുക്ക് തന്നിട്ടുണ്ട്. ഏത് പൂട്ട് കണ്ടുപിടിച്ചപ്പോഴും അതിലൂടെ താക്കോൽ തന്നിട്ടുണ്ട്. അൺലോക്ക് ഓർ അൺലീഷ് യുവർ പൊട്ടൻഷ്യൽ ഫ്രം യുവർ ഇൻസൈഡ്. നിങ്ങളുടെ ഇൻസൈഡിൽ നിന്നും നിങ്ങൾക്ക് ആ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പവറിനെ അൺലോക്ക് ചെയ്ത് അൺലീഷ് ചെയ്ത് പുറത്തെടുക്കാൻ സാധിക്കും എന്നുള്ളത് സത്യമാണ്. അതിന് നിങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥനകൾ വേണ്ടി വരും, ഒരുപാട് ധ്യാനാത്മക നിമിഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. കണ്ടംപ്ലേഷൻ, ക്വാളിറ്റി പീപ്പിളുമായിട്ടുള്ള മിംഗ്ലിംഗ്, യാത്രകൾ, വായനകൾ, ഇതിലൂടെയൊക്കെ നിങ്ങളുടെ ന്യൂറോൺ സെല്ലുകളെ നിങ്ങൾക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കും. ന്യൂറോൺ സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് വായിച്ചാൽ മതി. നല്ല പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിന് പ്രേരണ നൽകുന്ന, നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കാൻ ഉതകുന്ന കാര്യങ്ങളുമായി നിങ്ങളെപ്പോഴും ചങ്ങാത്തത്തിൽ വന്നാൽ മതി. നിങ്ങളുടെ തോട്ട് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് വരും. യാതൊരു സംശയമില്ലാത്ത. എന്തിനാണ് നമ്മൾക്ക് പ്രചോദനത്തിൻ്റെ ആവശ്യം? എന്തിനാണ് നമ്മൾക്ക് മോട്ടിവേഷൻ പവറിൻ്റെ ആവശ്യം? അതൊരു ബാറ്ററി ചാർജിങ് മെത്തേഡാണ്. 95% നമ്മുടെ മൈൻഡ് പവറാണ് നമ്മളെ ഭരിക്കുന്നത്. ഈ മൈൻഡ് പവറിലൂടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അതൊരു പ്രാക്ടീസിങ് പ്രോസസ്സാണ് ഈ മൈൻഡ് പവർ എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. ജീവിക്കാനും പിടിച്ചു നിൽക്കാനും നിലനിൽക്കാനും അതിജീവിക്കാനും ആയിത്തീരാനും നേടിയെടുക്കാനും കണ്ടെത്താനും ഒക്കെ ഈ മൈൻഡ് പവർ വേണ്ടി വരും. എംപവറിംഗ് എന്ന് പറയുന്ന മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഈ എംപവറിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ എംപവറിംഗ് വേണമെന്നുണ്ടെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് വേണം. ഈ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നോളജാണ്, അവയർനെസ്സാണ്. നമ്മളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന നോളജുകളാണ്, അറിവിൻ്റെ ഒരു കൂട്ടമാണ് നമ്മുടെ ഉള്ളിലേക്ക് ലൈറ്റിനെ അടിച്ചു തരുന്നത്. യേശു പിറവി കൊണ്ടപ്പോൾ ആദ്യം ഒരു നക്ഷത്രം അന്തരീക്ഷത്തിലുണ്ടായി, അല്ലെങ്കിൽ ആകാശത്തുണ്ടായി എന്ന് പറയുന്നു. അതാണ് ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, അത് കത്തിയില്ല എന്ന് പറയും. എനിക്കത്ര കത്തിയില്ല എന്ന് പറയും. അപ്പോൾ അത് കത്താത്തത് എന്തുകൊണ്ടാണ്? എവിടെയാണ് കത്തേണ്ടത്? തലയ്ക്കകത്താണ് കത്തേണ്ടത്. അപ്പോൾ തലയ്ക്കകത്തിരിക്കുകയാണ് ഈ കത്തുന്ന സാധനം. അതിനെ കത്തിക്കാതെ നമുക്കങ്ങനെ കത്തും. അപ്പോൾ ട്യൂബ്ലൈറ്റ് ആകരുത്. നമ്മൾ ഹൈ പവർ വോൾട്ടേജ് ഉള്ള ഒരു ലൈറ്റായി മാറിയാൽ മാത്രമേ നമ്മളുടെ ഉള്ളിലെ നമ്മളെ നമുക്ക് തെളിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിന് ഈ കണ്ണുകൾ, ഈ പുറത്തിരിക്കുന്ന ഈ കണ്ണുകൾ അടച്ചുകൊണ്ട് അകത്തിരിക്കുന്ന കണ്ണിനെ തുറക്കാൻ പറ്റും. ഇൻഫിനിറ്റ് റിച്ചസ് ഓൾ അറൗണ്ട് യു. ഇഫ് യു വിൽ ഓപ്പൺ യുവർ മെന്റൽ ഐസ് യു ക്യാൻ സീ ദാറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഉള്ളിൽ ആ പവർ എന്താണെന്നുള്ളത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ച ഗാന്ധിജിയും ആ എൻലൈറ്റൻമെൻറ്റിൽ പെട്ടുപോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് മഹാത്മാവ് എന്നുള്ള പേര് തന്നെ വിളിപ്പേരായി മാറിയത്. ഈ ദിവസം ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം ഒരു മോഹൻദാസ് ആയിരുന്നുവെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ അറിയാൻ പറ്റുമായിരുന്നില്ല. അദ്ദേഹത്തിന് എൻലൈറ്റൻമെൻറ്റ് ഉണ്ടായി, അദ്ദേഹത്തിന് അവയർനെസ് ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ഒരു സ്വർഗരാജ്യമായി ഇന്ത്യയെ മാറ്റണം എന്നൊക്കെ ആഗ്രഹിച്ചത്. രാമരാജ്യം എന്ന് പറയുന്നത് മര്യാദയുള്ള രാജ്യം എന്നാണ് ഉദ്ദേശിച്ചത് അദ്ദേഹം. അത് മറ്റു പല ആൾക്കാരും പല രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോയി. രാമരാജ്യം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു സ്വർഗരാജ്യമായിരുന്നു, മര്യാദയുള്ള കുറേ ആൾക്കാരുടെ നാട് എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്. കാരണം രാമൻ എന്ന് പറയുന്നത് ഒരു മര്യാദ പുരുഷൻ എന്നുള്ള രീതിയിൽ ആണ് അദ്ദേഹം മനസ്സിലാക്കിയതും പറയാൻ ശ്രമിച്ച ആൾക്കാരെല്ലാം തെറ്റിദ്ധരിച്ചു. അപ്പോൾ ഈ എൻലൈറ്റൻമെൻ്റ് ആണ് നമ്മളെ എംപവർമെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെയാണ് നമ്മൾ മികച്ച പ്രാക്ടീസുകളുടെ സൂപ്പർ നാച്ചുറൽ പവറുകളിലേക്കും സൂപ്പർ എബിലിറ്റിയിലേക്കുമൊക്കെ നമ്മൾ കിടക്കുന്നത്. ഗാന്ധിജിയുടെ മാസ്റ്റർ മൈൻഡ് നമ്മുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക്, അല്ലെങ്കിൽ നമുക്കൊരു ലീഡർ ആകണമെങ്കിൽ, ലീഡർഷിപ്പ് എന്തെന്ന് പഠിക്കണമെങ്കിൽ ഏറ്റവും മികച്ച ഒരു പഠന വിഷയമാക്കാവുന്നതാണ് ഗാന്ധിജിയുടെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു ഭാവം. അതുപോലെയോ അതിനേക്കാളുമോ മികച്ച മറ്റൊരു വണ്ടർഫുൾ ലീഡറാണ് നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ആ ലീഡറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്? ത്യാഗത്തിൻ്റെ കഥകൾ പഠിക്കാനുണ്ട്, സ്നേഹത്തിൻ്റെ കഥകൾ പഠിക്കാനുണ്ട്, സാക്രിഫൈസിൻ്റെ കഥകൾ പഠിക്കാനുണ്ട്, കനിവിൻ്റെ കഥ പഠിക്കാനുണ്ട്, സ്വീകാര്യതയുടെ കഥ പഠിക്കാനുണ്ട്. ഗ്ലോറിയസ് ആൻഡ് ഗ്രേഷ്യസ് യൂണിവേഴ്സൽ ഡിവൈൻ പർപ്പസുമായിട്ടാണ് ക്രൈസ്റ്റ് ഭൂമിയിലെത്തിയത്. എന്താണ് ഗ്ലോറിയസ് ആൻഡ് ഗ്രേഷ്യസ് യൂണിവേഴ്സൽ ഡിവൈൻ പർപ്പസ്? അദ്ദേഹം ഒരു കന്യകയുടെ ഉദരത്തിൽ ഡിവൈനായിട്ട് ജനിച്ച ഒരു പവറാണ്.
ആ പവറിനെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ പവറും ജീസസിൻ്റെ പവറും ഒരേ ഫ്രീക്വൻസിയിലെത്തണം. ആ ഫ്രീക്വൻസിയുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയുടെ വേവ് ലെങ്ത്താണ് അദ്ദേഹത്തിൻ്റെ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയത്. യൂണിവേഴ്സൽ ഹോളി സ്പിരിറ്റിൻ്റെ ദിവ്യപുത്രനായി അവതരിച്ച ക്രൈസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ, പക്ഷേ ഞാൻ ഒരു കഥയിലൂടെ മാത്രം അതൊന്ന് പറയാം. നേരത്തെ ഒരു കഥ ഞാൻ പറഞ്ഞു, അത് മനുഷ്യൻ്റെ കഴിവിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ പറയുന്ന കഥയെന്ന് പറയുന്നത് ശരിക്കും ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ കഥകളിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തൊരു കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആ കഥ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ഗുണങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ്. ഈ കഥ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എംപവർമെൻറ്റ് എനിക്ക് തന്നതാണ്. എൻ്റെ കണ്ണു തുറപ്പിച്ച ഒരു കഥയാണ്. ബൈബിൾ നമ്മുടെ ജീവിതം എംപവർ ചെയ്യുന്ന മികച്ച കഥകളടങ്ങിയ വെളിപാടിൻ്റെ പുസ്തകമാകുമ്പോൾ നമ്മൾക്കത് വായിച്ച സുവിശേഷവും സങ്കീർത്തനവും സദൃശവാക്യങ്ങളും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ബൈബിളിൻ്റെ എസൻസായി, സത്തായി. അപ്പോൾ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നതും ജീസസ് എന്ന് പറയുമ്പോൾ സത്ത് വഴി നോക്കുമ്പോൾ ഒന്ന് തന്നെയാണ്. രണ്ടും വെവ്വേറെയല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഹോളി സ്പിരിറ്റിൻ്റെ പുത്രനായ ജീസസ്, ഉദ്ഭവിച്ച ഹോളി സ്പിരിറ്റ്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതെങ്ങനെയാണ് ഒന്ന് തന്നെയാവുന്നത്? ഇപ്പം ശങ്കരാചാര്യർ പറഞ്ഞു അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു. ഐ ആം ദ യൂണിവേഴ്സ്. ഞാൻ തന്നെയാണ് യൂണിവേഴ്സ്, ഞാൻ തന്നെയാണ് ഈ പറയുന്ന ബ്രഹ്മം, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയും. ഞാൻ തന്നെയാണ് ഹോളി സ്പിരിറ്റ് എങ്കിൽ ഞാൻ തന്നെയാണ് ജീസസ്. ഞാൻ തന്നെയാണ് ആ ജീസസ്. എൻ്റെ ശരീരത്തിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ മനസ്സിൽ ജീസസ് ഉള്ളിടത്തോളം കാലം ഞാനും ജീസസ് തന്നെയാണ്. ഞാനും ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാം. അങ്ങനെ പറഞ്ഞ് അഭിമാനിക്കാം. അങ്ങനെ പറഞ്ഞ് നമ്മൾക്ക് ശക്തി ആവാഹിച്ചെടുക്കാം. ഹോളി സ്പിരിറ്റ് എവിടെയാണോ ദൈവപുത്രനുള്ളത് അവിടെ ഹോളി സ്പിരിറ്റും ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ യേശുവിനെ പിടിച്ചുകൊണ്ട്, യേശുവിനെ തൊട്ടുകൊണ്ട് നമുക്ക് ഹോളി സ്പിരിറ്റിനെ കാണാൻ സാധിക്കും. അത്രയ്ക്ക് മികച്ച കഥകളടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ബൈബിൾ നമ്മൾ കയ്യിലെടുത്ത് പഠിക്കണം. ഓരോ ദിവസവും ഒരു പേജെങ്കിലും വായിച്ച് മനസ്സിലാക്കി മനസ്സിലേക്കെടുത്ത് ആ ജീവിതത്തിൽ പ്രയോഗിച്ച് പഠിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ മുമ്പിൽ സംഭവിക്കുന്നത്. ജീവിതത്തിൽ മുന്നോട്ട് പോകാനും നിലനിൽക്കാനും പ്രേരണ നൽകുന്നതെന്തോ അതാണ് വായിക്കേണ്ട പുസ്തകം. അത്തരം പുസ്തകങ്ങൾ വെളിപാടിൻ്റെ പുസ്തകങ്ങളാവണം. അത്തരം പുസ്തകങ്ങൾ ഓർമ്മപ്പെടുത്തലുകളുടെ പുസ്തകങ്ങളാവണം. മുന്നറിയിപ്പിൻ്റെ പുസ്തകങ്ങളാവണം. വെളിപാടിൻ്റെ പുസ്തകങ്ങളാവണം. അത്തരം പുസ്തകങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ പോലും കാണാൻ കിട്ടാത്ത വിധത്തിൽ പവറുകളും ക്വാളിറ്റികളും ഓടി ഒളിക്കും എന്നുള്ളതാണ് സത്യം. നമ്മുടെ ജീവിതത്തിൽ ശക്തികളും ക്വാളിറ്റികളും, ക്വാളിറ്റി എന്ന് പറയുന്ന ഗുണങ്ങൾ, പവർ എന്ന് പറയുന്ന ശക്തികൾ, ഈ ശക്തികളും ഗുണങ്ങളും ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പാപികളായി മാറും എന്നുള്ളതാണ്. ഇപ്പോൾ കഥ എന്ന് പറയുന്നതിലേക്ക് നമുക്ക് വരാം. അതായത് ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്തിൽ കോപ്പൻഹേഗൻ എന്ന് പറയുന്ന ഒരു കത്തീഡ്രൽ ഉണ്ട്. ഈ അതിപ്രശസ്തമായ കത്തീഡ്രൽ ഒരിക്കൽ ആ പള്ളി കമ്മിറ്റിയിലെ അച്ഛന്മാരും എല്ലാം കൂടെ കൂടിയിരുന്ന ഒരു ആലോചന ആരംഭിച്ചു. ഈ പള്ളിയിൽ ഏറ്റവും പ്രശസ്തമായി മാറിയേക്കാവുന്ന ഒരു പ്രതിമ സ്ഥാപിക്കണം എന്നൊരു താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ ഒരുപാട് രൂപങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതിമകളൊക്കെ വെല്ലുന്ന ഒരു പ്രതിമയായിരിക്കണം അത് എന്നൊരു താല്പര്യമുണ്ടായി. അത് മാത്രമല്ല, ലോകം മുഴുവൻ പ്രശസ്തമായി തീർന്നേക്കാവുന്ന ഒരു പ്രതിമയായിരിക്കണം എന്നുകൂടെ ഒരു താല്പര്യം അവരുടെ ഉള്ളിലുണ്ടായി. ഈ തോന്നലുണ്ടാക്കിയതും ഈ തോന്നൽ ഓരോരുത്തരും തോന്നിപ്പിച്ചതും ഒക്കെ ഹോളി സ്പിരിറ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യം. ആ അതിപ്രശസ്തമായ ആ ഒരു യേശുവിൻ്റെ പ്രതിമ ആരെയാണ് ഏൽപ്പിക്കുക എന്നുള്ള ചോദ്യം വന്നപ്പോൾ അവിടെ ബെർട്ടൽ തോൾവൽസൺ എന്ന് പറയുന്ന ഒരു ശില്പി ആ കാലത്ത് വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുകയാണ്. ബെർട്ടൽ തോൾവൽസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞു. നമ്മൾക്ക് ഒരു ധാനം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ എങ്ങനെയാണ് പുനഃസൃഷ്ടിക്കാൻ പറ്റും? വിജയിയായി എല്ലാ സാക്രിഫൈസുകളെയും, സഫറിങ്സിനെയും, കഷ്ടതകളെയും, പ്രയാസങ്ങളെയും, പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ചുയർന്ന് മരണത്തെ വരെ വെല്ലുവിളിച്ച് അതിജീവിക്കുന്ന, ഉദ്ധാനം ചെയ്ത ആ ക്രിസ്തുവിൻ്റെ വിജയം ആഘോഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിമയായിരിക്കണം അതെന്നാണ് അവർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയാണ് വന്നത്. ഇത് കേട്ട മാത്രമേ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് എന്തോ ഒരു പവർ കയറി വരികയും അദ്ദേഹം ഉടൻ തന്നെ അത് മനസ്സിൽ കാണുകയും എങ്ങനെ ഇരിക്കണം എന്നൊക്കെ അദ്ദേഹം മനസ്സിൽ കാണുകയും ചെയ്യും. അദ്ദേഹം പിന്നീട് അവരോട് യാത്ര പറഞ്ഞ് നേരെ അദ്ദേഹത്തിൻ്റെ പണിശാലയിലേക്ക് എത്തുകയും അദ്ദേഹം അവിടെ നിന്ന് ആലോചിക്കുകയും പെൻസിലും പേനയെടുത്ത് ഒരു ചിത്രം വരച്ചു വെക്കുകയും ചെയ്യും. ആ ചിത്രം ഇങ്ങനെയായിരുന്നു. കൈ മുകളിലേക്ക് ഉയർത്തി, തലയും മുകളിലേക്ക് ഉയർത്തി വിജയകാഹളം മുഴക്കുന്ന ഒരു യേശുവിൻ്റെ ചിത്രമായിരുന്നു അദ്ദേഹം വരച്ചെടുത്തത്. കൈ മുകളിലേക്ക് ഉയർത്തി ആകാശത്തിലേക്ക് നോക്കി വിജയകാഹളം മുഴക്കുന്ന ഒരു യേശുവിൻ്റെ ചിത്രമായിരുന്നു അദ്ദേഹം വരച്ചെടുത്തത്. അതായത് മൃത്യുവിനെയും വിജയിച്ച ഒരു ജന്മം, അതാണ് യേശു. അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം അദ്ദേഹം രാത്രി ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പണിശാലയിലെത്തി കളിമണ്ണ് കുഴച്ചുരുട്ടി അദ്ദേഹം ആ രൂപം ഉണ്ടാക്കാൻ തുടങ്ങി. ആ രൂപം ഉണ്ടാക്കി ഏകദേശം അതിൻ്റെ ചുളിവുകളും മുറിവുകളും എല്ലാം കൃത്യമാക്കി ഒരു പുരുഷനായ മനുഷ്യ ശരീരത്തിൻ്റെ സർവ്വ സൗന്ദര്യങ്ങളും അതിലേക്ക് അദ്ദേഹം ആവാഹിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തിന് നാണം മറയ്ക്കാൻ വേണ്ടി ഒരു വസ്ത്രം എടുത്ത് അദ്ദേഹത്തെ ധരിപ്പിച്ചു. അതിലെല്ലാം ചുളിവുകളൊക്കെ ഉണ്ടാക്കി കൃത്യമായി വളരെ മനോഹരമാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ഉറങ്ങാൻ പോയത്. അദ്ദേഹം ഉറങ്ങാൻ പോയി തൊട്ടടുത്ത ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉടഞ്ഞു പോകുന്ന ഒരു ദൃശ്യമാണ് അദ്ദേഹം കാണുന്നത്.
അദ്ദേഹം കൈ മുകളിലേക്ക് ഉയർത്തി, തലയും മുകളിലേക്ക് ഉയർത്തി വെച്ചിരുന്ന ആ ഒരു ശില്പം രാവിലെ അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ തല കുനിഞ്ഞ് കൈ താഴോട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നാണ് അദ്ദേഹം ആലോചിച്ചത്. അദ്ദേഹം ഒന്നും മാറ്റാനോ തിരുത്താനോ ഒന്നും പോയില്ല. തല താഴോട്ട് കുനിഞ്ഞ് കൈ ദാണ്ട് ഇങ്ങനെ സ്വീകരിക്കുന്ന രീതിയിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. മുകളിലോട്ട് ഇങ്ങനെ വെച്ചിരുന്ന കൈ താഴോട്ട് ഇങ്ങനെയായി. അദ്ദേഹം അതിനകത്തൊന്നും ചെയ്തില്ല. അദ്ദേഹം എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് നോക്കിയപ്പം ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് വെള്ളം കൂടിപ്പോയതായിട്ട് കാണും. അതേപോലെ ഈ കൈയുടെ ഈ ഭാഗത്താൽ വെള്ളം കൂടിപ്പോയതായിട്ട് കണ്ടത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, അത് വെള്ളം കൂടിപ്പോയത് മാത്രമാണോ സംഭവിച്ചത്? ഇനി ഹോളി സ്പിരിറ്റിൻ്റെ തീരുമാനം ഇതാണെന്നുണ്ടെങ്കിൽ ഈ പ്രതിമ ഇങ്ങനെ തന്നെ തുടരട്ടെ എന്ന് തീരുമാനം. എന്നാൽ അദ്ദേഹം അതിൻ്റെ വേറൊരു കോപ്പി എടുത്തിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ഒരെണ്ണത്തിനെ മാറ്റി സൃഷ്ടിക്കുകയും ചെയ്തു. പണിയെല്ലാം പൂർത്തിയാക്കി അദ്ദേഹം പള്ളിയിൽ നിന്നും ആൾക്കാരെ വിളിച്ചു വരുത്തി കാണിച്ചു. അവർ 2 പ്രതിമയും സശ്രദ്ധം സൂക്ഷ്മമായിട്ട് നോക്കി കണ്ടു. ആ 2 പ്രതിമകളിലും അവർ തൃപ്തരായി. പക്ഷേ അവർ സെലക്ട് ചെയ്ത പ്രതിമ എന്ന് പറയുന്നത് തല താഴോട്ട് കുമ്പിട്ട് കൈ താഴോട്ട് പിടിച്ചു നിൽക്കുന്ന ആ ഒരു പ്രതിമയാണ് അവർ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിൽ അടിച്ചു നോക്കാം. ആ പ്രതിമയുടെ പേര് അദ്ദേഹം കൊടുത്തത് ക്രിസ്റ്റസ് എന്നായിരുന്നു. കോപ്പൻഹേഗൻ എന്ന് പറയുന്ന കത്തീഡ്രല് അതിപ്രശസ്തമായ ക്രിസ്റ്റസ് എന്ന് പറയുന്ന പ്രതിമ ലോകം മുഴുവൻ പ്രശസ്തി ആർജിക്കുകയും ചെയ്തു. ആ പ്രതിമ ലോകം മുഴുവൻ വിറ്റഴിക്കപ്പെടുകയും ചെയ്തു. ആ പ്രതിമ ലോകം മുഴുവൻ പ്രശസ്തി ആർജിച്ചു എന്ന് മാത്രമല്ല, ആ പ്രതിമ കാണാൻ ഡെൻമാർക്കിലേക്ക് ആൾക്കാരുടെ ഒരു വലിയ ജനസമൂഹം തന്നെ ഒഴുകിയെത്തുകയും ചെയ്തു. ആ പ്രതിമ പിന്നീട് വെള്ളാരം കല്ലിൽ കൊത്തിയെടുത്ത് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ആ കത്തീഡ്രല് ഇപ്പോഴും ആ പ്രതിമ തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ആ പ്രതിമയ്ക്ക് കൊടുത്ത തത്വം അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത് ഇതായിരുന്നു: കനിവിൻ്റെയും സ്വീകാര്യതയുടെയും രൂപമായി ലോകം മുഴുവൻ ഇത് വാഴ്ത്തപ്പെടും. അപ്പോൾ കനിവെന്ന് പറഞ്ഞാൽ എന്താണ്? എമ്പതിയാണ്. സ്വീകാര്യത എന്ന് പറയുന്നതാണ് സ്വീകരിക്കുക, എന്തിനേയും സ്വീകരിക്കുക. കടലെല്ലാം സ്വീകരിക്കുന്നത് പോലെ, ഏത് പുഴയെയും ഏത് നദിയെയും സ്വീകരിക്കുന്ന, എന്തും സ്വീകരിക്കുന്നത് പോലെ ഒരു മനസ്സുണ്ടാക്കിയെടുക്കാൻ പീപ്പിൾ എങ്ങനെയാണോ അക്സെപ്റ്റ് ആസ് ദേ ആർ, അവരെ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുക എന്ന് പറയുന്ന സ്വീകാര്യതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈസ് വെരി ഈസി, അണ്ടർസ്റ്റാൻഡിങ് ഈസ് ടു ഡിഫിക്കൽട്ട്. അപ്പോൾ എന്തിനേയും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിവുള്ള കനിവിൻ്റെ സ്വരൂപമാണ്. ക്രൂശിൽ ഇത്രയും സാക്രിഫൈസ് ചെയ്തിട്ടും സഫർ ചെയ്തിട്ടും അദ്ദേഹത്തിനെ ക്രൂശിക്കുകയോ കുത്തുകയോ ഈ ആണിയടിച്ച് കയറ്റിയ ആൾക്കാരെ കുറിച്ചോ അദ്ദേഹം മോശമായിട്ട് ഒരു വാക്ക് പോലും ഉരിയാടിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞെന്താണ്? പരിശുദ്ധനായ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇവർക്ക് ശിക്ഷ കൊടുക്കണമെന്നോ ഇവരെ പിടിച്ച് ജയിലിലടയ്ക്കണമെന്നോ തുറുങ്കിലടയ്ക്കണമെന്നോ ഒന്നും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നില്ല. ഇവരെ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല എന്ന് മാത്രമാണ്. എന്നിട്ട് പ്രതിമയ്ക്ക് താഴെ അദ്ദേഹം 2 വരികൾ കുറിച്ചു വെച്ചു. കം അൺടു മീ, മൈ പീസ് ഐ ഗിവ് അൺടു യു എന്നാണ് കുറിച്ചു വെച്ചത്. അത് യേശു പറയുന്നത് പോലെയാണ് കുറിച്ചു വെച്ചത്. എൻ്റെ അടുത്ത് വരൂ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾക്ക് സ്വാഗതം, വരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വീകരിക്കുന്ന ആ ഒരു പോസ്റ്റിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ആ പ്രതിമ എടുത്ത് നോക്കാം. വെള്ളാരങ്കല്ലിൽ തീർത്ത മനോഹര പ്രതിമ എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായി തന്നെ ഇപ്പോഴും അവശേഷിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കനിവിൻ്റെയും സ്വീകാര്യതയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശം വിതച്ചുകൊണ്ട് ക്രൈസ്റ്റിൻ്റെ ചരിത്രം നമ്മളെ എൻലൈറ്റൻ ചെയ്ത് എംപവർ ചെയ്ത് ആവേശം കൊള്ളിക്കുന്ന ചരിത്രമാണ്. അതേപോലെ തന്നെയാണ് ഈ ദിവസത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഗാന്ധിജിയുടെയും ചിത്രവും ചരിത്രവുമൊക്കെ. വിജയം നമുക്ക് നൽകുന്ന അഭിമാനവും പ്രൗഢിയും പെരുമയുമാണെങ്കിൽ, അതിൻ്റെ സൽകീർത്തിയും സൽപ്പേരും ഒക്കെ ആണെങ്കിൽ, അതിനേക്കാൾ മികച്ചമുള്ള മൂല്യങ്ങൾ ഗുണങ്ങൾ ഒക്കെ വേറെയും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ഈ പ്രതിമയുമായി കൂട്ടിച്ചേർത്ത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. അതാണ് ഈ കനിവും സ്വീകാര്യതയും എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മുടെ വിജയത്തിൽ നമ്മൾ മതിമറക്കാൻ പാടില്ല. വിജയമുണ്ടാകുമ്പോൾ വിനയമുണ്ടാകണം എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രം. അതാണ് യേശുക്രിസ്തുവിൻ്റെ രൂപം എന്ന് പറയുന്നത്. വിജയമുണ്ടാകുമ്പോൾ വിനയമുണ്ടാകണം. അതാണ് കനിവും സ്വീകാര്യതയും നമ്മളെ പഠിപ്പിക്കുന്നത്. വിജയമുണ്ടാകുമ്പോൾ അഹങ്കാരം ഉണ്ടാവുകയല്ല ചെയ്യേണ്ടത്. വിജയമുണ്ടാകുമ്പോൾ വിനയമുണ്ടാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിജയത്തിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് പരാജയപ്പെട്ടവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക എന്ന് പറയുന്ന മനുഷ്യത്വം. അതാണ് എമ്പതിയും എത്തിക്സും എന്ന് പറയുന്നത്. അതാണ് നാം ക്രിസ്റ്റസിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട പവർ അല്ലെങ്കിൽ അവയർനെസ്. ക്രിസ്റ്റസ് എന്ന് പറയുന്നത് കൈ ഉയർത്തി ഒരു വിജയിയുടെ കോലാഹലം സൃഷ്ടിക്കേണ്ട എന്ന് ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഹോളി സ്പിരിറ്റ് അദ്ദേഹത്തിന് തല താഴേക്ക് കുരിച്ചിട്ട് കൈയും താഴേക്ക് താഴ്ത്തിയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ പല രീതിയിൽ വ്യാഖ്യാനങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിൽ വളരെയധികം ചർച്ച ചെയ്യുന്ന വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ വിമൻ എംപവർമെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ എംപവർമെൻറ്റ് തുടങ്ങിയിട്ടുള്ള മൈൻഡ് റിലേറ്റഡ് ടോപ്പിക്സ്. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ ലോകത്തെ ഉണ്ടാക്കുന്നത് പെണ്ണാണ് മണ്ണാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോകത്തെ ഉണ്ടാക്കുന്നത് ആണാണോ പെണ്ണാണോ? പ്രസവവേദന കൊടുത്തിരിക്കുന്നത് ആണിനോ പെണ്ണിനോ? മണ്ണിൽ വിത്തിടുക എന്ന് പറയുന്ന ഒരു കർമ്മം മാത്രമാണ് പുരുഷന് ചെയ്യാനുള്ള ധർമ്മം എന്ന് പറയുന്നത്. മണ്ണും മണ്ണിലെ അധ്വാനവും പരിചരണവും പരിപാലനവും പരിപോഷണവും ഒക്കെ ആവുമ്പോഴാണ് നല്ല ഫലത്തെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നത്. സ്ത്രീ എന്ന് പറയുന്ന വാക്ക് ശക്തിയാണ്, പ്രകൃതിയാണ്, സ്നേഹമാണ്. പ്രകൃതി എന്ന് പറയുന്നത് പ്രപഞ്ചമാണ്.
അതിന് പിന്നിലുള്ള ഊർജ്ജമാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. അത് യൂണിവേഴ്സൽ എനർജിയുമാണ്. നിങ്ങളെയും എന്നെയും ഈ മനുഷ്യരാശിയും നിർമ്മിച്ചെടുത്ത കരുതൽ എന്ന് പറയുന്നത് പെൺകരുത്തിൽ നിന്നാണ്. പെണ്ണുങ്ങളാണ് ഈ മനുഷ്യരാശിയെ മുഴുവൻ പടച്ചെടുത്ത് പുറത്തു കൊണ്ടുവരുന്നത്. അതായത് ഒരു പുരുഷന് സഹിക്കാൻ പറ്റാത്ത വേദന അത് സ്ത്രീയാണ് സഹിക്കുന്നത്. 10 മാസം ചുവന്ന് പെറ്റ് ഒരു സൃഷ്ടി പുറത്തു വരുമ്പോൾ ഈ മനുഷ്യരാശി, നമ്മുടെ മുൻ കാണുന്ന എല്ലാ മനുഷ്യശക്തികളുടെയും കാരണം ഒരു സ്ത്രീ തന്നെയാണ് എന്ന് മനസ്സിലാവും. എന്ന് മാത്രവുമല്ല, ക്രൈസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിച്ചതും കരുതിയതും സ്ത്രീകളെയാണ്. സ്ത്രീകളെ അതിൻ്റേതായ പ്രാധാന്യം കൊടുത്ത്, ബഹുമാനം കൊടുത്ത്, ആദരവ് കൊടുത്ത് സ്നേഹിച്ച ശക്തി ബിംബമാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. മഗ്ദലനക്കാരത്തി മറിയയും അതേപോലുള്ള ഒരുപാട് സ്ത്രീകളും അദ്ദേഹത്തിന് പരിചരിച്ചതായി ചരിത്രരേഖകളിൽ കാണുന്നുണ്ട്, ബൈബിളിലുമുണ്ട്. സ്ത്രീകൾക്ക് അദ്ദേഹം പ്രത്യേക പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓരോ സ്ത്രീകളും മനസ്സിലാക്കണം. എന്തുകൊണ്ട് സ്ത്രീക്ക് പ്രാധാന്യം കൊടുത്തു? സൃഷ്ടിയുടെ കർമ്മത്തിൽ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്, ഏറ്റവും കൂടുതൽ പരിഗണനയുള്ളത്. ആ സ്ത്രീകളെ ബഹുമാനം കൊടുത്ത്, മര്യാദ കൊടുത്ത്, സ്നേഹം കൊടുത്ത്, കരുതൽ കൊടുത്ത് ഊട്ടണം. ഒരു വാക്കുറപ്പ് സമയത്ത് നീ ഉടുത്തില്ലെങ്കിൽ അവളെ ഊട്ടണം, നീ ഉടുത്തില്ലെങ്കിൽ അവളെ ഉടുപ്പിക്കണം, നീ കഴിച്ചില്ലെങ്കിൽ അവളെ കഴിപ്പിക്കണം, അവളെ ഊട്ടണം എന്നല്ലേ പറയുന്നത്. അവിടെയും സ്ത്രീകൾക്ക് പ്രാധാന്യമേറുകയാണ്. ഏത് ധർമ്മത്തിലും സ്ത്രീക്ക് ഉന്നത സ്ഥാനവും പരിഗണനയും നൽകുന്നുണ്ട്. എന്നിട്ടും തിരിച്ചറിവ് നഷ്ടപ്പെട്ട സമൂഹം സ്ത്രീയെ ഉപഭോഗ വസ്തുവാക്കി മാത്രം മാറ്റിയെടുത്തിരിക്കുകയാണ്. സംസ്കൃതത്തിൽ 2 പദ്യങ്ങളുണ്ട്. എത്ര നാര്യസ്തു പൂജ്യന്തേ തത്ര രമന്തേ ദേവത. എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദിവ്യശക്തികൾ ആനന്ദിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ ഇന്ന് ആൾക്കാർ എത്രയോ പേർ അല്ലേ അനാദരിക്കുന്നു, അപമര്യാദയിൽ പെരുമാറുന്നു, എത്രയോ പേരെ നശിപ്പിച്ചു കളയുന്നു, എത്രയോ സ്ത്രീകൾ കൊന്നുകളയുന്നു. എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട്? സ്ത്രീയോട് അപമര്യാദയോടും മാന്യതയില്ലാതെയും പെരുമാറുന്നത് സൂക്ഷ്മതലത്തിൽ മഹാപാപമാണെന്നുള്ള സത്യം മനസ്സിലാക്കാൻ നമ്മൾ ഇനിയും വൈകിപ്പോകരുത്. സൃഷ്ടിയിൽ സ്ത്രീകളുടെ പവിത്രമായ പദവി എന്താണെന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിയുമ്പോൾ വിനയത്തോടുള്ള അഭിമാനബോധമാണ് ഓരോ സ്ത്രീയുടെയും മനസ്സിലും ഓരോ പുരുഷന്റെയും മനസ്സിലും ഉണ്ടാകുന്നത്. സ്ത്രീ എന്താണ് ആഗ്രഹിക്കുന്നത്? സ്ത്രീ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് സ്ത്രീക്ക് മാത്രം അറിയാൻ കഴിയും. സ്നേഹവും ഇടപെടലുകളുടെ മര്യാദയും നിഷ്കളങ്കതയും മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹം, കരുതൽ, ഇടപെടലുകളുടെ മര്യാദ, നിഷ്കളങ്കത. ഇതൊക്കെ എവിടെ ഉണ്ടാകുന്നു അവിടെയൊക്കെ സ്ത്രീ എന്തും സമർപ്പിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ ഒരു ചിന്തയിലൂടെ പോകുമ്പോൾ സ്ത്രീകൾ നിന്ന് അനുഭവിക്കുന്ന വ്യഥകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അവരുടെ സ്വാതന്ത്ര്യമില്ലായ്മകൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. കഥകളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും ചില സംഭാഷണങ്ങളിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും യാത്രയിൽ നിന്നുമൊക്കെ നമുക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള പല എൻലൈറ്റൻമെൻറ്റുകളും കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ എംപവറിങ്ങിന് വേണ്ടിയിട്ട് അത് ലഭിക്കാറുമുണ്ട്. നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുണ്ട്? പക്ഷേ ആ മാറ്റം സംഭവിക്കണം. അറ്റ് എനി വേ, ബൈ എനി വേ, എങ്ങനെയും ആ മാറ്റം സംഭവിച്ചേ പറ്റുള്ളൂ. നമ്മുടെ മനസ്സിൽ ആ മാറ്റം കൊണ്ടുവരണം, മര്യാദയുടെ മാറ്റം കൊണ്ടുവരണം. നമ്മുടെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ ആയിരിക്കും അത്. അതാണ് ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് പീപ്പിൾ മെസ്സേജസ് പറയുന്നത്. ഇപ്പോൾ ഗാന്ധിജിയുടെയും ക്രൈസ്റ്റിൻ്റെയൊക്കെ മെസ്സേജസ് എന്താണ് പറയുന്നത്? അത്രയും ഹിസ്റ്ററിയാണ്, അവരുടെ ചരിത്രമാണത്. അതാണ് അവരുടെ ആ ഗ്രേറ്റ് പീപ്പിൾ, ഗ്രേഷ്യസ് ആയിട്ടുള്ള, ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് വേദന നിറഞ്ഞ അനുഭവങ്ങളൊക്കെ നമ്മൾക്ക് സമ്മാനിക്കുമ്പോൾ അത് നമ്മളെ ഒരുപാട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സയൻറ്റിഫിക്കലി, സൈക്കോളജിക്കലി അത് നമ്മളെ മെറ്റിക്കുലസായി അനലൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാലും മാത്രമേ നമ്മളെ അത് ഡെവലപ്പ് ചെയ്യുള്ളൂ എന്ന് തിരിച്ചറിയണം. തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് തിരിച്ചടികൾ ഇല്ലാതാവുന്നത്. ബിബ്ലിക്കലായി പറഞ്ഞാൽ ഹോളി സ്പിരിറ്റിനെ അടക്കം ചെയ്തൊരു കുഞ്ഞു പേടകമാണ് ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറയുന്നത്. ശങ്കരാചാര്യയുടെ വാക്കിൽ പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി, ഐ എം ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിറ്റി എന്ന പദം യൂണിവേഴ്സിൽ നിന്ന് കടം കൊണ്ടാണ് യൂണിവേഴ്സിറ്റി ആയി മാറിയത്. ദിസ് യൂണിവേഴ്സ് ഈസ് അവർ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ യൂണിവേഴ്സൽ ഹോളി സ്പിരിറ്റ് ഒമിനിപൊട്ടന്റും ഒമിനിപ്രസന്റുമാണ് എന്ന് പറഞ്ഞാൽ സർവശക്തനും സർവ്വവ്യാപിയും പരമകാരുണികനും നിത്യസ്നേഹത്തിൻ്റെ, ഒരു മാറ്റവുമില്ലാത്ത നിത്യസ്നേഹത്തിൻ്റെ പ്രതീകവുമായിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് യേശു മാറാത്തവൻ എന്ന് പാട്ട് പാടിയിരിക്കുന്നത്. ആ നിത്യസ്നേഹത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇനി എത്ര കാലം കഴിഞ്ഞാലും എത്ര ജന്മരാശികൾ ഇവിടെ വന്നു പോയാലും ആ സ്നേഹത്തിന് ഒരു കുറവുണ്ടാകും. അതിവിടെ കടൽ പോലെ കിടപ്പുണ്ട്. നമ്മളിൽ തന്നെ ആ പഠനം ആരംഭിക്കണം. നമ്മളിലേക്ക് തന്നെ തിരിയണം. നമ്മുടെ ഉള്ളിൽ ഉണ്ട് ആ പവർ എന്ന് വിശ്വസിക്കാൻ സാധിക്കണം. ആ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന പവർ, നമ്മളും ഹോളി സ്പിരിറ്റും ഒന്നായി മാറുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ അംഗീകരിക്കുന്ന ഒരു ഘട്ടമെത്തും. അവിടെ ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ പവറിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഹോളി സ്പിരിറ്റിനെയും ജീസസിനെയും കാണാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. ജീവിതം എന്ന യാത്ര റിയാലിറ്റീസിൻ്റെയും പെർസെപ്ഷൻ്റെയും, അതായത് ഡ്രീമിൻ്റെയും ഒക്കെ സ്വപ്നങ്ങളുടെയും ഒക്കെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാനുള്ള യാത്രയാണ്. ഈ യാത്രക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കടന്നു പോകേണ്ടി വരും. ഒരുപാട് മുറിവുകളുണ്ടാവും, വേദനകളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. ഇത് ജീവിതത്തിൻ്റെ നേച്ചറാണ് എന്ന് അംഗീകരിക്കുന്നിടത്തു നിന്നാണ് നമ്മൾ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. ഐ എം അൺസ്റ്റോപ്പബിൾ
നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷേ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. തോൽപ്പിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ജനിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. അത്രയ്ക്കും പവർ, രക്തത്തിളപ്പ് ഉണ്ടാക്കിയെടുക്കണം. ആ രക്തത്തിളപ്പാണ് നമ്മളെ മറ്റൊരു സൃഷ്ടിയിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്നത്. നമ്മളൊരിക്കലും തണുത്തുറന്നിരിക്കരുത്. നമ്മളുടെ രക്തം ചൂട് പിടിക്കണം. മറ്റൊരുത്തനെ കൊല്ലാനല്ല, നമ്മളെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രക്തത്തിളപ്പ്, ഒരു ചൂട് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. എംപവറിങ് നടക്കണമെങ്കിൽ പവറിങ് നടക്കണം. ആ പവറിങ് ആണ് ആദ്യം വേണ്ടത്. നമ്മുടെ മനസ്സ് ഒരു റീസൈക്കിൾ ബിൻ ആക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു റീസൈക്കിൾ ബിൻ ആയിട്ടുണ്ടെങ്കിൽ അതിനെ എംറ്റി ആക്കി ശുദ്ധീകരിക്കണം. അതായത് പവർ വേണമെങ്കിൽ ചവറുകൾ എടുത്ത് കളഞ്ഞിട്ട് പൊല്യൂട്ടഡും കണ്ടാമിനേറ്റഡുമായിട്ടുള്ള മനസ്സിനെ ശുദ്ധീകരിക്കാൻ തയ്യാറാവണം. ഒരു ശുദ്ധി കലശത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മളെ ശാക്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലുള്ള എല്ലാ അഴുക്കുകളും എടുത്ത് പുറത്ത് കളയണം. അതിന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹമുണ്ടായിരിക്കണം, പ്രേമം വേണം, ഭക്തി വേണം. ഭക്തി ഉണ്ടെങ്കിൽ മനസ്സ് വൃത്തിയാക്കിയെടുക്കാൻ സാധിക്കും. മനസ്സിൻ്റെ ശുചിത്വം അഥവാ ശുദ്ധീകരണമാണ് ശാക്തീകരണത്തിന് അഥവാ ശക്തിപ്പെടുത്തലിന് കാരണമായി മാറുന്നത്. അവിടെയൊക്കെ 95% മൈൻഡ് മെക്കാനിസമാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കണം. ബോഡി മെക്കാനിസം 2ാം സ്ഥാനത്തേക്ക് മാറും. അവിടെ മൈൻഡ് മെക്കാനിസം തന്നെയാണ്. ആ മൈൻഡ് മെക്കാനിസം പരിശീലിച്ച് തന്നെ പഠിക്കണം. എങ്ങനെയാണത് പഠിക്കേണ്ടത്? മൈൻഡ് എംപവർമെൻ്റ് ആണ് നമ്മുടെ വ്യക്തിത്വത്തെ കരുത്തുറ്റതാക്കി മാറ്റുന്നത്. കരുത്തും കരുതലും കരുപ്പിടിപ്പിക്കലും കരുനീക്കങ്ങളുമൊക്കെ ഇവിടെ നമ്മളല്ല ചെയ്യുന്നത്, ദൈവം ചെയ്യുന്നുണ്ട് പലതും നമുക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഒരു ചുവട് വെച്ചാൽ ദൈവം 10 ചുവട് നമുക്ക് നേരെ വയ്ക്കും. നമ്മളല്ല നമ്മളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നിടത്ത് വെച്ചാണ് ഏറ്റവും വലിയ വിഷമങ്ങളും പരാജയങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതം ഒന്നടങ്കം, നിങ്ങളുടെ കുടുംബത്തെ ഒന്നടങ്കം പരമ്പൊരുളിന് മുന്നിൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ സ്പിരിറ്റിന് മുന്നിൽ അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടെ ഉണ്ടായിരിക്കും. പ്രാർത്ഥനയിൽ നിന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാതിരുന്നിട്ടില്ല. ഏത് പ്രശ്നങ്ങൾക്കും പ്രാർത്ഥന ഒരു വലിയ പരിഹാരമാണ്. എന്താണ് പ്രചോദനം? എന്താണ് മോട്ടിവേഷൻ? എന്താണ് ശക്തിപ്പെടുത്തൽ? അത് 3 രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന്, കുറച്ച് പേർ സ്വന്തം ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും ഭാവങ്ങളിൽ നിന്നും പ്രചോദനം കണ്ടെത്തുന്നു പറയും. മറ്റു ചിലരോ സ്വയം പ്രചോദനം കണ്ടെത്തി പരിശീലിച്ചവരിൽ നിന്നും അവർ നൽകുന്ന അല്ലെങ്കിൽ പറയുന്ന പ്രചോദനം കേട്ട് ജീവിക്കുന്നു. അതിന് വേണ്ടത്ര ആയുസ്സൊന്നും ഉണ്ടാവില്ല. എന്നാൽ മൂന്നാമതൊരു കൂട്ടരുണ്ട്. അവർ ജീവിതത്തിൽ തങ്ങൾക്ക് വന്നു ചേരുന്ന വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിൽ നിന്നും പ്രചോദനം കണ്ടെത്തി വിശകലനം ചെയ്ത് പഠിച്ച് ജീവിതത്തോടൊപ്പം കൂട്ടിച്ചേർത്ത് പിടിക്കുന്നു. മൂന്നാമത്തെ കൂട്ടർ ജീവിതത്തിൽ തങ്ങൾക്ക് വന്നു ചേരുന്ന വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിൽ നിന്നും പ്രചോദനം കണ്ടെത്തിക്കൊണ്ട് അതിനെ വിശകലനം ചെയ്ത് ജീവിതത്തോടൊപ്പം കൂട്ടിച്ചേർത്ത് അതിൻ്റെ ഫലം എടുത്ത് പഠിക്കുന്നു. സ്വന്തം ജീവിതാനുഭവങ്ങൾ പഠിപ്പിക്കുന്ന പാഠങ്ങളുടെ പ്രചോദനമെടുത്ത് അത് ജീവിതത്തിന് കരുത്ത് കരുത്ത് പകർന്നേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുന്നവരോടാണ് ഞാൻ കൂട്ടിച്ചേരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നാം ഓരോരുത്തരും അങ്ങനെ തന്നെ ചിന്തിക്കണം എന്നാണ്. ചിന്തിച്ച് മാത്രം ഇരുന്നിട്ട് കാര്യവുമില്ല. ചിന്ത പ്രവൃത്തിയായി മാറണം. ആക്ഷനിലാണ് സാറ്റിസ്ഫാക്ഷൻ ഇരിക്കുന്നത്. ആക്ഷൻ ഉണ്ടെങ്കിൽ ഇൻഫർമേഷനെ ട്രാൻസ്മിഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഫർമേഷനെ ട്രാൻസ്മിഷനിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മോട്ടിവേഷനെ ആക്ടിവേഷനിൽ എത്തിക്കണം. നമ്മളെല്ലാവരും മോട്ടിവേറ്റഡ് ആണ്, പക്ഷേ ആക്ടിവേറ്റഡ് അല്ല. നമ്മൾക്ക് ഇൻഫർമേഷനുണ്ട്, പക്ഷേ ട്രാൻസ്മിഷനിൽ മാറാൻ തയ്യാറല്ല. പ്രചോദനം നിങ്ങളെ ഇലക്ട്രിഫൈ ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നില്ലെങ്കിൽ, പ്രകാശമെത്താത്ത വീട്ടിൽ പ്രകാശം എത്തിച്ചിട്ട് ഇലക്ട്രിഫൈ ചെയ്തിട്ട് വീട് പിന്നെയും അന്ധകാരത്തിൽ തന്നെ എന്ന് പറയുന്നത് പോലെ ഇരിക്കും. നിങ്ങൾ വീടിനെ പ്രകാശിപ്പിക്കണം. ലൈറ്റ് കത്തണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കത്തിക്കണം. കത്തിയോ? കത്തിക്കണം. നമ്മൾ ഇലക്ട്രിഫൈ ചെയ്ത വീട് എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്തിട്ട് അന്ധകാരത്തിൽ നമ്മൾ കുത്തിയിരിക്കുന്ന പോലെ ആവരുത്. ലൈറ്റ് ഇടണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ ലൈറ്റ് കത്തണം. വന്നു ഭവിക്കുന്ന അനുഭവങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തിയൊന്നും മനുഷ്യനില്ല. വരാനുള്ളതൊട്ടും വഴി തങ്ങത്തുമില്ല. വരും വരായികളൊന്നും വിധിയെ തടുക്കാൻ വിധാതാവിന് പോലും നമ്മുടെ കർത്താവിന് പോലും സാധിക്കില്ല. വിധിയെ നമുക്ക് സാധ്യതകളിലൂടെയും അവസരങ്ങളിലൂടെയും മാനേജ് ചെയ്യാൻ പറ്റും. സ്വന്തം ജീവിതത്തിൽ നിന്നും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നും പാഠങ്ങളെടുത്ത് എങ്ങനെയാണ് ജീവിതത്തെ നേരിട്ട് മുന്നോട്ട് പോകേണ്ടതെന്ന പ്രചോദനം നമുക്കെപ്പോഴും കരുത്ത് പകരുന്നതാണ്. മുൻകൂട്ടി കാണാനുള്ള, മനസ്സിലാക്കാനുള്ള ദീർഘവീക്ഷണമുള്ളവർ വിജയിക്കും എന്ന് പറയുന്നത് ഇവിടെയാണ്. സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നവർ അവരാണ്, ആ ചിന്തിക്കുന്നവരാണ്, ആ ചിന്തിക്കുന്ന വ്യക്തികൾക്കാണ് ജീവിതം നന്മയിലേക്ക് അവർ കൊണ്ടുപോകാൻ പറ്റുക. നമ്മുടെ ഇന്നർ ചേഞ്ചാണ് ലോകത്തിൻ്റെ ഭാവവും രൂപവും ഒക്കെ മാറ്റുന്നത്. നമ്മുടെ അകത്തുനിന്നാണ് മാറ്റം വരേണ്ടത്. സന്തോഷമൊക്കെ അകത്തുനിന്നാണ്. പുറത്തുനിന്ന് സന്തോഷം അന്വേഷിച്ചാൽ കിട്ടില്ല. അഥവാ സന്തോഷം അന്വേഷിച്ച് പുറത്തുനിന്ന് എടുത്താൽ തന്നെ നമുക്ക് ഒരുപക്ഷെ നിലനിൽപ്പുണ്ടാകും ആ സന്തോഷം. നമ്മുടെ ജീവിതം മാറുമ്പോൾ ലോകത്തെ നോക്കിക്കാണുന്ന രീതിയും മാറും. പോരായ്മകളെയും ഇല്ലായ്മകളെയും വല്ലായ്മകളെയും മാറ്റുന്നത് എങ്ങനെയാണ്? കൂട്ടായ്മകളിലൂടെയാണ്. ഈ കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോൾ അവിടെ കളക്റ്റീവ് കോൺഷ്യസ്നസ് ഉണ്ടാകും. നമ്മുടെ ഈ പള്ളിയിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു ഹാപ്പി മണി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ആവശ്യമാണ്, അല്ലേ? ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ കൊടുക്കാൻ കഴിഞ്ഞാൽ സന്തോഷത്തോടെ എടുക്കാൻ സാധിക്കും. ഗിവ് ആൻഡ് ഗെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കൂട്ടായ്മകൾ എന്തിനു വേണ്ടിയിട്ടാണ്?
ഇല്ലായ്മകളെയും വല്ലായ്മകളെയും പോരായ്മകളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ ദാരിദ്ര്യം പറയാൻ പാടില്ല, നിഷേധം കാണിക്കാൻ പാടില്ല, ഇല്ല ഒക്കത്തില്ല, നടക്കത്തില്ല, പറ്റത്തില്ല എന്ന് പറയാൻ പാടില്ല. അവിടെ ഒരു ഹാപ്പി മണി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. കൂടുതൽ തിരിച്ച് 1000 രൂപ കൊടുത്താൽ 10,000 രൂപയായിട്ട് തിരിച്ചു വരും. 1 ലക്ഷം രൂപ കൊടുത്താൽ 2 ലക്ഷം രൂപയായിട്ട് മറുവശം തിരിച്ചു വരും. നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം. ഇപ്പോൾ ഈ പറയുന്ന ദൈവമക്കളുടെ ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് സംഭാവന കൊടുക്കാൻ സാധിക്കും അത് കൊടുക്കുക. ഒരു വശത്തൂടെ കൊടുക്കുമ്പോൾ മറുവശത്തൂടെ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് വരാൻ, നിങ്ങൾ വാങ്ങാൻ തയ്യാറായി നിൽക്കുക. അത് ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരും. ഇതൊന്നും ചെയ്ത് നിങ്ങളല്ലാതെ മനസ്സിലാക്കുക. ഹോളി സ്പിരിറ്റിൻ്റെ കർമ്മത്തിൽ നിങ്ങൾ കൂടെ ദൗത്യം ഏറ്റെടുക്കുക, അത് ചെയ്യുക. മറുവശത്തൂടെ ഹോളി സ്പിരിറ്റ് നിങ്ങളിലേക്ക് അത് എത്തിച്ചു തരും എന്നുള്ളത് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കൊടുക്കുക. കൊടുക്കുമ്പോൾ നിങ്ങൾ ഏങ്ങി കൊടുക്കരുത്, സങ്കടപ്പെട്ട് കൊടുക്കരുത്. സങ്കടപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ദരിദ്രമായ പണമായിരിക്കും ഉണ്ടാവുക. ആ പണം ഇരുന്ന് കരയും. നിങ്ങൾ കൊടുക്കുമ്പോൾ അത് ഏറിടും, അത് കൂടുതലുണ്ടായി വരും എന്നുള്ള സങ്കല്പത്തിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറുവഴിക്കൂടെ നിങ്ങൾ 10,000 കൊടുത്താൽ 20,000 നിങ്ങളുടെ കയ്യിലേക്ക് അടുത്ത ദിവസമോ അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ അടുത്ത വർഷമോ എത്തിയിരിക്കും. അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ കരുത്ത് പോലിരിക്കും. അപ്പോൾ ഭക്തിയിൽ നിന്നും പ്രേമത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും പ്രണയത്തിൽ നിന്നുമാണ് നന്മകളും സമ്പത്തുമൊക്കെ ഉണ്ടായി വരുന്നത്, ഹാപ്പിനെസ് ഉണ്ടായി വരുന്നത്. ഹാപ്പിനെസ്, റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് വരുന്നത്. കൊടുക്കാൻ തയ്യാറാവുക, എടുക്കാൻ തയ്യാറാവുക. അവിടെയാണ്. കൊടുക്കുമ്പോൾ അറിഞ്ഞു കൊടുക്കുക. കൊടുക്കുമ്പോൾ മനസ്സ് നീറിക്കൊടുക്കരുത്, അറിഞ്ഞു കൊടുക്കുക. അറിഞ്ഞു കൊടുക്കുമ്പോൾ അറിഞ്ഞു കിട്ടും. നീറിക്കൊടുത്താൽ നീറി ഒടുങ്ങും. അപ്പോൾ നിങ്ങളുടെ ഊർജ്ജം, ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറയുന്നത് സ്നേഹവും സന്തോഷവുമാണ്. ഈ സ്നേഹവും സന്തോഷവും എന്ന് പറയുന്ന ഊർജ്ജം കൊടുക്കുമ്പോഴും കൊടുക്കുന്തോറും കൂടി വരും. നിങ്ങൾ ഒരാളിനോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തത് വീക്കായിട്ടുള്ള എനർജിയാണ്. ഈ വീക്കായിട്ടുള്ള എനർജി നിങ്ങൾ കൊടുത്തെങ്കിൽ നിങ്ങളതിൻ്റെ പരിണതഫലം ഭാവിയിൽ അനുഭവിച്ചിരിക്കും. നിങ്ങൾ കൊടുത്തത് സ്നേഹവും സന്തോഷവുമാണെങ്കിൽ ആ സ്നേഹവും സന്തോഷവും കിട്ടിയ ആൾക്ക് ഊർജ്ജമാണ് കിട്ടിയത്. അദ്ദേഹത്തിന് സ്നേഹമുണ്ടായി, സന്തോഷമുണ്ടായി, അയാൾക്ക് ഒരുപാട് മാനസികമായി ഒരു ഊർജ്ജമുണ്ടായി. അയാളൊന്ന് സ്നേഹിച്ചു, അയാളൊന്ന് സന്തോഷിപ്പിച്ചു. പക്ഷെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അയാൾ വിഷമിച്ചിങ്ങനെ സാഡായിട്ടിരിക്കും, അല്ലേ? അയാളുടെ ഉള്ള ഊർജ്ജം കൂടെ കെടുത്തിക്കളാം. അപ്പോൾ ഒരിക്കലും മറ്റൊരാളിനെ വേദനിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു വാക്കോ ചിന്തയോ പ്രവൃത്തിയോ പുറത്തു വരാൻ പാടില്ല. അത് നമ്മുടെ ബിലീഫ് സിസ്റ്റവും ബിഹേവിയറൽ പാറ്റേണും ഒക്കെയാണ് തീരുമാനിക്കുന്നത്. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് പ്രാക്ടീസിലൂടെയാണ് വരുന്നത്. കണ്ടംപ്ലേഷൻ ധ്യാനത്തിലൂടെ വരുന്നു, റീഡിങ്ങിലൂടെ വരുന്നു, ട്രാവലിങ്ങിലൂടെ വരുന്നു, അല്ലേ? നമ്മുടെ റൂട്ട് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ റൂട്ട് തെറ്റിപ്പോകും. അപ്പോൾ റൂട്ടെന്ന് പറയുന്നത് ബേസ്മെൻറ്റാണ്. ആസ് ഈസ് എ റൂട്ട് സോ ഈസ് ദ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ശരിയാകണമെങ്കിൽ നമ്മുടെ ബേസ്മെൻറ്റ്, നമ്മുടെ റൂട്ട് നന്നാക്കി എടുത്താൽ മതി. സെൽഫ് റിയലൈസേഷൻ ഉണ്ടാക്കിയെടുക്കണം. ഏത് ദുഃഖവെള്ളിക്ക് ശേഷവും ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ഞായറുണ്ട്. ഏത് ദുഃഖവെള്ളിക്ക് ശേഷവും, ഏത് ദുഃഖ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്ക് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഞായർ എനിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിലൊരു ദിനം അങ്ങനെ കാത്തിരിപ്പുണ്ട് എന്ന് മനസ്സിലുറപ്പിച്ചാൽ നമുക്ക് തളരാനും പതറാനും നേരമുണ്ടാവില്ല എന്നാണ് പറയുന്നത്. നമ്മളെന്തിനാണ് വെറുതെ തളരുന്നത്, പതറുന്നത്? ഏത് ദുഃഖവെള്ളിക്ക് ശേഷവും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഞായർ ഉണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ആ കരുതി വെച്ചിരിക്കുന്ന ആ ഒരു പവറിനെ എടുക്കാൻ നിങ്ങൾ തയ്യാറാവണമെങ്കിൽ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. സന്തോഷമായിട്ടിരിക്കുക. സന്തോഷിക്കുന്നിടത്തേക്കാണ് സന്തോഷത്തിൻ്റെ വൈബ്രേഷൻ അട്രാക്ട് ചെയ്ത് വരുന്നത്. ദുഃഖിച്ചിരിക്കുന്നിടത്തും പ്രയാസപ്പെട്ടിരിക്കുന്നിടത്തും ഒരിക്കലും ശരിയായ ഊർജ്ജം എത്തില്ല, അത് വികസിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മുടെ ഫെയ്ത്ത്, അതാണ് നമ്മുടെ ഫെയ്ത്തായി മാറുന്നത്. ഇവിടെയൊക്കെയാണ് നമ്മുടെ പവർ. എന്താണ് നമ്മൾ കാര്യസാധ്യത്തിന് ഉപകാരസ്മരണ പറയുന്നത്? എന്തിനാണ്? നന്ദിയാണ്. നന്ദി ഇല്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക, ഒന്നിനെ നിന്ദിക്കാതിരിക്കുക. നന്ദി വേണ്ട, നിന്ദിക്കാതിരുന്നുകൂടെ. കാര്യസാധ്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. സർവത്ര നന്ദി, 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 നന്ദി. എനിക്കിങ്ങനൊരു തല തന്നതിന്, എനിക്കിങ്ങനൊരു കൈ തന്നതിന്, എനിക്കിങ്ങനൊരു കാല് തന്നതിന്, എനിക്കിങ്ങനൊരു കുടുംബം തന്നതിന്, എന്നെ ഒരു മന്ദബുദ്ധിയെ ജനിപ്പിക്കാതിരുന്നതിന്, എനിക്ക് കൈയില്ലാതെ ജനിപ്പിക്കാതിരുന്നതിന്, കാലില്ലാതെ ജനിപ്പിക്കാതിരുന്നതിന് തമ്പുരാനെ നന്ദി, നന്ദി, നന്ദി. സർവത്ര നന്ദി പറഞ്ഞോട് രാവിലെ എഴുന്നേറ്റ് നോക്കൂ. ഇന്നുണ്ടായിരുന്നവർ നാളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. 1,00,000 പേര് ഓരോ ദിവസം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടില്ലല്ലോ. ദൈവമേ നന്ദി, നന്ദി, നന്ദി. ആ കൂട്ടത്തിൽ, ആ ലിസ്റ്റിൽ എൻ്റെ പേരില്ലാതായി പോയതിന്, അടുത്ത ദിവസം എന്നെ ജനിപ്പിക്കാൻ പോകുന്നതിന്, അടുത്ത ദിവസം എനിക്കൊരു ദിവസം തരാൻ പോകുന്നതിന് ദൈവത്തിന് ഇപ്പോഴേ നന്ദി ഞാൻ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക. തീർച്ചയായിട്ടും വലിയ നല്ല ഫലങ്ങൾ, അത്ഭുതകരമായ ഫലങ്ങൾ ഈ നന്ദി പറച്ചിൽ നിന്ന് മാത്രം ഉണ്ടാകും. ഗ്രാറ്റിറ്റ്യൂഡ്. I am deeply grateful to you, my God. അങ്ങനൊരു ഉപകാരസ്മരണ കാര്യം സാധിക്കുമ്പോൾ മാത്രമല്ല, എല്ലാ ദിവസവും ഇത് പറയണം. രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന ആൾ എഴുന്നേൽക്കുന്നില്ല. അയാൾ ചിലപ്പോൾ മരിച്ചു പോകുന്നു. എന്തുകൊണ്ട്? അനുഗ്രഹസിദ്ധി ആ ദിവസത്തേക്കില്ല. അതുകൊണ്ട് സാധ്യതകളും അവസരങ്ങളും മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈസി എക്സിക്യൂഷൻ ഓഫ് വെൽ പ്ലാൻഡ് പ്രോജക്ട്സ്, അതാണ് നമ്മളുടെ ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ ആയിട്ട് നമ്മുടെ ഈസി എക്സിക്യൂഷൻ വെൽ പ്ലാൻഡ് പ്രോജക്ട്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് നമ്മളുടെ സക്സസിൻ്റെ കീ എന്ന് പറയുന്നത്.
അതുപോലുള്ള ഒരുപാട് റിയാലിറ്റീസ് നമ്മളുടെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഗോൾ എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ ഗോളുകളുണ്ട് അല്ലേ? ഒരു കാറ് വാങ്ങണം, വീട് വയ്ക്കണം, മെച്ചപ്പെട്ട ഒരു തൊഴിലുണ്ടാക്കണം, ഇപ്പോൾ ഉള്ള തൊഴിലിൽ നിന്ന് ഒരു കരിയർ ഷിഫ്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ വരുമാനം ഉണ്ടാക്കിയെടുത്താൽ കൊള്ളാമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള ഗോളുകൾ ഉണ്ടാകണമെങ്കിൽ നമ്മളെന്താണ് ചെയ്യുക? അവിടെ ആക്ഷൻ ഉണ്ടാവണം. അവിടെ ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു പവർ നമ്മളെ ഭരിക്കാൻ തയ്യാറാവണം. നമ്മുടെ ഉള്ളിൽ നമ്മളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് തയ്യാറുണ്ടായിരിക്കണം. ദർ ഇസ് നോ ആക്ഷൻ, നോ സാറ്റിസ്ഫാക്ഷൻ. ആക്ഷൻ ഇല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല. നമ്മൾ ഒരിക്കലും അപ്സെറ്റായിട്ട് കാര്യമില്ല. ഈ അപ്സെറ്റ് എന്ന് പറയുന്ന വാക്കിനെ തിരിച്ചിട്ടാൽ സെറ്റപ്പ് എന്നായി മാറും. നമ്മുടെ ജീവിതത്തിന് സെറ്റപ്പുകൾ ഉണ്ടാക്കണമെങ്കിൽ അപ്സെറ്റ് ആകാതിരിക്കാനുള്ള മിനിമം ഒരു ഗ്യാരണ്ടിയെങ്കിലും നമുക്ക് നമ്മളോട് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അപ്സെറ്റ് ആയിക്കൊണ്ടിരുന്നാൽ നമ്മൾ ഗെറ്റപ്പ് ആവേണ്ടടുത്ത് നമ്മൾ ഗെറ്റ് ഔട്ട് ആയിപ്പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മളൊരിക്കലും അപ്സെറ്റ് ആകാൻ പാടില്ല. അപ്സെറ്റ് ആവുന്ന ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുക, ഹോളി സ്പിരിറ്റിനെ വിളിച്ചു വരുത്തുക, പ്രാർത്ഥിച്ചിട്ട് ആ അപ്സെറ്റ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ പറയുക, എന്നെ സെറ്റപ്പിലേക്ക് മാറ്റാൻ പറയുക. അപ്പോൾ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. ഈ കൂടിച്ചേരുമ്പോൾ ഇമ്പം ഉണ്ടാകുന്ന സ്ഥലമാണ് കുടുംബം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്നതാണോ കുടുംബം? അങ്ങനെയാണോ? കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകാൻ പാടുള്ളൂ. അവരിങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ അടി ഉണ്ടാകുന്നത് അല്ലേ? കൂടിച്ചേരുമ്പോൾ സന്തോഷം ഉണ്ടാകണം. ആ സന്തോഷം ഉണ്ടാകുന്നിടമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ തിരുക്കുടുംബം എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ തിരുക്കുടുംബ സങ്കല്പം എന്താണ്? മാതൃകാ കുടുംബം എന്ന സങ്കല്പമാണ്. ഈ മാതൃകാ കുടുംബം എന്ന് പറയുന്നത് സ്വർഗ്ഗമാണ്, സന്തോഷത്തിൻ്റെ സ്വർഗ്ഗമാണ്, സ്നേഹത്തിൻ്റെ സ്വർഗ്ഗമാണ്. ആ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്വർഗ്ഗമായിട്ട് ഓരോ കുടുംബങ്ങളും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അവിടെ വികാരപരമായ അടുപ്പമുണ്ടാകണം. ഞാൻ നിനക്ക് തിന്നാൻ തരുന്നു, ഉടുക്കാൻ തരുന്നു, അതൊക്കെ പോരെ എന്ന് ചോദിക്കരുത്. വൈകാരികമായൊരു അടുപ്പം ഉണ്ടാകണം അല്ലേ? പരസ്പരം സ്നേഹിക്കണം, തെറ്റുകൾക്ക് സോറി പറയണം, പുറത്തു കൊടുക്കാനും പൊറുക്കാൻ. വീഴ്ചകൾ എന്തായാലും ഉണ്ടാവും. മിസ്റ്റേക്കുകൾ, നോ മിസ്റ്റേക്ക് നോ സക്സസ്, സെയിം മിസ്റ്റേക്ക് നോ സക്സസ്. മിസ്റ്റേക്കുകൾ ആവർത്തിക്കുമ്പോൾ ഒരിക്കലും വിജയം ഉണ്ടാവില്ല. കറക്ഷൻ ഓഫ് മിസ്റ്റേക്സ് ഗോയിങ് ടു സക്സസ്. മിസ്റ്റേക്കുകളുടെ കറക്ഷനാണ് നമ്മളെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത്, വിജയത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ സഹനമുണ്ടാകണം, ക്ഷമയുണ്ടാകണം. ഇതൊക്കെ നമ്മൾ ജീസസിൽ നിന്ന് പഠിക്കുന്നതാണ്. നന്ദി പറച്ചിലുകൾ ഉണ്ടാവണം, മാപ്പ് തേടലുകളും മാപ്പ് നേടലുകളും ഉണ്ടാവണം, മാപ്പ് നൽകലുകളുണ്ടാവണം അല്ലേ? സ്നേഹമുണ്ട്, എന്തിനും ഉപരിയായിട്ട് സ്നേഹമുണ്ടാവണം. നമുക്ക് ദേഷ്യമുണ്ടായി കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയാറുണ്ട് ദേഷ്യം എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളായിട്ടൊരു വികാരമല്ലേ? ഒരിക്കലും അല്ല, തെറ്റിദ്ധാരണയാണ്. ഹംഗ്രി ഉണ്ടാകുമ്പോൾ, ദേഷ്യം ഉണ്ടാകുമ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും ഉണ്ടാകും. അങ്ങനെ ദേഷ്യം കൊണ്ട് അഥവാ നമ്മളെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത നിമിഷം അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കണം. ഒരു ക്ഷമ പറയുക, ഒരു സോറി പറയുക, മാപ്പ് തരാൻ ആവശ്യപ്പെടുക. അങ്ങനെ സംഭവിച്ചു പോയി, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ശരിയാണ്, അന്നേരത്തെ വികാരത്തിനൊന്ന് പറഞ്ഞു പോയതാണ്, ദൈവം ഇത് ക്ഷമിക്കുക. ലവ് ഗിവ്സ് ലിബറേഷൻ എന്നാണ് പറയുന്നത്. ലവ്, സ്നേഹമുള്ളിടത്ത് ലിബറേഷൻ ഉണ്ടാവും. എന്താണ് ലിബറേഷൻ? മോചനമുണ്ടാകും, ആനന്ദമുണ്ടാവും, സന്തോഷമുണ്ടാവും. ഹാപ്പി ഗിവ്സ് ഹോപ്പ് എന്നാണ് പറയുന്നത്. സന്തോഷം നമുക്ക് പ്രതീക്ഷകൾ നൽകും. ഡോണ്ട് ടെമ്പർ, പ്ലീസ് എംപവർ. നമ്മളൊരിക്കലും ടെമ്പർ ആവാൻ പാടില്ല. ടെമ്പർ ആകുന്ന സമയത്തിൽ നമ്മളെ പവർ നഷ്ടപ്പെടും. കോപം കൊടുത്താൽ പാപം കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മൾ ഒരാളിന് കോപം കൊടുത്താൽ അവിടെ ഒരു പാപം ക്രിയേറ്റ് ആവും. സ്നേഹം കൊടുത്താലോ സന്തോഷത്തിൻ്റെ പുണ്യം കിട്ടും അല്ലേ? അപ്പോൾ സന്തോഷത്തിനെ ഒരുപാട് സ്നേഹിച്ചോളൂ, സന്തോഷച്ചൻ ഒരുപാട് ടൺ കണക്കിന് പുണ്യം നിങ്ങൾക്ക് തരും കേട്ടോ. സന്തോഷച്ചൻ എന്ന് പറയുന്നത് സന്തോഷം, ഒരുപാട് ടൺ കണക്കിന് സന്തോഷമുള്ള ഒരാളാണ്. അപ്പോൾ ഈ കോപവും പാപവും എന്ന് പറയുന്ന ദുർബല വികാരങ്ങൾ നമ്മൾ കൊടുത്താൽ ആ ദുർബല വികാരം കൊടുക്കുന്നതിൻ്റെ പാപം കൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. സ്നേഹവും സന്തോഷവും എന്ന് പറയുന്ന ഊർജിത വികാരങ്ങൾ കൊടുത്താലോ അതിൻ്റെ നന്മ നമ്മളിലേക്ക് വരും. അതുകൊണ്ടാണ് മനുഷ്യൻ ശരിയാകുമ്പോൾ ലോകത്ത് എല്ലാം ശരിയാകും എന്ന് പറയുന്നത്. മനുഷ്യൻ ശരിയായാൽ മതി. ഞാൻ ശരിയായാൽ എൻ്റെ വീട് ശരിയാകും, നിങ്ങൾ ശരിയായാൽ നിങ്ങളുടെ വീട് ശരിയാകും. അപ്പോൾ ഒരു സിംഹത്തിൻ്റെ മനോഭാവം, ഒരു ലയണിൻ്റെ മനോഭാവം, അതാണ് മനുഷ്യൻ്റെ പവർ. അതാണ് മൈൻഡ് പവർ എന്ന് പറയുന്നത്. ഇതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മനുഷ്യനെ നിയന്ത്രിക്കുന്ന സൂക്ഷ്മശക്തിയായ മനസ്സ്, അതിൻ്റെ ശക്തിയാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആറ്റോമിക് എനർജി എന്ന് പറയുന്ന അതിൻ്റെ പ്രൊഡ്യൂസിങ് സെൻറ്റർ എന്ന് പറയുന്നത്. ഈ എനർജിയാണ് പവർ. ആ എനർജിയാണ് ഇമോഷൻ എന്ന് പറയുന്നത്. ഇമോഷൻ എന്ന് പറഞ്ഞാൽ എനർജറ്റിക്കൽ മോഷൻ എന്നാണ്. അപ്പോൾ സബ് കോൺഷ്യസിലും
ഇമേജസിലും സബ് കോൺഷ്യസിൻ്റെ ഭാഷയെന്ന് പറയുന്നത് ഇമേജസും ഇമോഷൻസും ഒക്കെയാണ്. അതൊക്കെ ഒരുപാട് ഡീപ്പായിട്ടുള്ള ലേണിംഗ് പ്രോസസ്സാണ് അത് കിടക്കുന്നത്. അപ്പോൾ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ മോഷനാണ്. ആ ഇലക്ട്രിക്കൽ മോഷൻ എന്ന് പറയുന്നത് ഇമോഷൻ. ഈ ഇമോഷനാണ് ശരിക്കും നമ്മളെ ഇലക്ട്രിഫൈ ചെയ്യുന്നത്. ആ ഇമോഷനെ ശരിക്കും നല്ല രീതിയിൽ തിരിച്ചു വിട്ടില്ലെങ്കിൽ ആ ഇമോഷൻ തന്നെ നമ്മളെ തകർത്തത്. അപ്പോൾ നോൺ ഡെലിബറേറ്റ് ആയിട്ടും കരുതിക്കൂട്ടിയും അല്ലാതെയും നമുക്ക് ഇമോഷനെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ സന്തോഷം എന്ന് പറയുന്ന വികാരത്തെ, സ്നേഹം എന്ന് പറയുന്ന വികാരത്തെ ശരിയായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ഈ മനുഷ്യന് പഠിക്കാൻ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതൊരു വലിയ ചിരിക്കാനും ചിന്തിക്കാനും അറിയുന്ന ഏറ്റവും വലിയ, നമ്മൾ മനുഷ്യനായി പറഞ്ഞത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. മനുഷ്യന് പഠിക്കാൻ ഏറ്റവും വലിയ വിഷയം മനുഷ്യൻ്റെ ഹ്യൂമൻ ബീയിങ് തന്നെയാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് മനുഷ്യന് പഠിക്കാൻ ഏറ്റവും വലിയ സബ്ജക്റ്റ്. അത്രയും വലിയ ഊർജ്ജ കേന്ദ്രമാണ് മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത്. ഈ സൂക്ഷ്മശക്തി മനസ്സെന്ന് പറയുന്നത് മനുഷ്യൻ്റെ സോൾ പാർട്ട് അല്ലെങ്കിൽ ആത്മാവെന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ്. മനസ്സ്, ബുദ്ധി, സംസ്കാരം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആ ഒരു സൂക്ഷ്മശക്തി, സ്പിരിറ്റ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്ന ആ ശക്തി, നമ്മൾ ഭാഗ്യമുള്ളവരാണ് തീർച്ചയായിട്ടും. നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും അറിയാം. വേറെ ഏതെങ്കിലും ജീവികൾക്ക് ചിരിക്കാനും ചിന്തിക്കാനും അറിയാം. ലോകത്തിലെ ഏറ്റവും മികച്ച അത്ഭുതം അതാണ്. നമ്മളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അവിടെയാണ് നമ്മുടെ പഠനം ആരംഭിക്കേണ്ടത്. ലിമിറ്റിംഗ് ബിലീഫുകളും മൈൻഡ് ബ്ലോക്കുകളും എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വന്തം ലിമിറ്റുകൾക്കും അപ്പുറം പോയി ഒരു യുണീക്ക് കോൺട്രിബ്യൂഷൻ നമ്മുടെ ജീവിതത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഗോ ബിയോണ്ട് ദ ബൗണ്ടറീസ്. അതാണ് നമ്മൾ മതിലുകൾക്കും അപ്പുറം പോകണം. അവിടെയാണ് നമ്മളുടെ വിജയത്തിൻ്റെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള എസൻസ് ദൈവം കാത്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്, ഇല്ലായ്മകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മൾ ലിമിറ്റുകൾക്കും അപ്പുറം പോയി പ്രയത്നിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ച എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ മുന്നിൽ വെട്ടപ്പെടും എന്നാണ് പറയുന്നത്. നമ്മൾ എത്ര പേര് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്? ഇൻവെസ്റ്റ് യുവർ സെൽഫ്. നിങ്ങളുടെ നോളജിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് യുവർ സെൽഫ്. ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ നോളജ്. നോളജ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. പക്ഷേ നോളജ് വേണമെങ്കിൽ എന്ത് വേണം? ഇൻവെസ്റ്റ് ചെയ്യണം. സന്തോഷം വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ സന്തോഷം നേടിയെടുക്കാൻ സാധിക്കില്ല. നമ്മൾ എത്ര പേർ അതിനുവേണ്ടി ശ്രമിക്കുന്നു? നമ്മുടെ അപ്ഗ്രഡേഷൻ, മെയിൻ്റനൻസ്. സന്തോഷം വേണം, ജീവിതത്തെ നന്നാക്കി എടുക്കണം. മനുഷ്യൻ ശരിയാകുമ്പോൾ ലോകത്തെല്ലാം ശരിയാകുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനൊക്കെ ഓരോ കഥകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം അതെല്ലാം വിടും. നമുക്ക് മറ്റൊരു അവസരത്തിൽ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. എന്തായാലും മനുഷ്യൻ അറിഞ്ഞെടുക്കുന്ന അറിവുകൾ എന്തുകൊണ്ട് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: നിങ്ങൾ ഗോയിങ് ടു ഡീപ് ഡൗൺ. നിങ്ങളുടെ ആഴങ്ങളിലേക്ക്, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളെ നയിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി നിങ്ങളെ മനസ്സിലാക്കും, നിങ്ങളെ നിയന്ത്രിക്കും, നിങ്ങളെ നയിക്കും. നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ മറ്റാരെയും ഏൽപ്പിക്കരുത്. നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക. അതിനുശേഷം ഹോളി സ്പിരിറ്റിൻ്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ശക്തി ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കുക. മുല്ലപ്പൂമ്പൊടി ഏറ്റെടുക്കും കല്ലിനുണ്ട സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ഹോളി സ്പിരിറ്റിനോടാണ് നമ്മൾ കൂടുതൽ ചങ്ങാത്തമെങ്കിൽ ഹോളി സ്പിരിറ്റിൻ്റെ സർവ്വ കഴിവുകളും, ഒരുപാട് അൺനാച്ചുറൽ പവറുകളും സൂപ്പർ നാച്ചുറൽ പവറുകളും സൂപ്പർ എബിലിറ്റീസും ഒക്കെ നമ്മളോടൊപ്പം കൂടിച്ചേരും. അത് പ്രാക്ടീസിലൂടെ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. നെവർ എവർ ഗിവ് അപ്പ്. ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് പോകാൻ പാടില്ല. അങ്ങനെ പിന്തിരിഞ്ഞ് മുന്നോട്ട് പോയാൽ കഷ്ടപ്പെടുന്നവനെ മാത്രമേ ഈശ്വരൻ ഇഷ്ടപ്പെടൂ എന്ന് മനസ്സിലാക്കണം. കഷ്ടപ്പെടാത്തവനെ ഒരിക്കലും ഈശ്വരൻ ഇഷ്ടപ്പെടില്ല. മെനക്കെടാത്തവൻ നിങ്ങളെ ദൈവം മെനഞ്ഞെടുത്തതാണ്. നിങ്ങൾ ദൈവത്താൽ മെനഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ മെനക്കെടാൻ തയ്യാറാവണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ മെനക്കെടാൻ തയ്യാറാവണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് വിട്ടുകൊടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാലേ, വിട്ടമാട്ടെ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? വിട്ടമാട്ടെ, നെരിപ്പിട്ടോ കപ്പാലിയുടെ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? എന്ന് പറയുന്നത് പോലെ ഒരു ചൂട് രക്തം, തിളയ്ക്കുന്ന രക്തം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഉൾത്തിയോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അതുവഴി മാത്രമേ നമ്മളുടെ ഉള്ളിൽ ക്ലീൻ ആവുള്ളൂ. എത്ര പേർ അതിനുവേണ്ടി ശ്രമിക്കുന്നു? നമ്മുടെ അപ്ഡേഷൻ, മെയിൻ്റനൻസ്, ഇവിടേക്ക് എത്ര പേർ ശ്രമിക്കുന്നു? പ്രതിസന്ധികളിൽ തകരില്ല എന്ന് മനസ്സിലുറപ്പിച്ചവരെ ഒരിക്കലും ആർക്കും തകർക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
പ്രതിസന്ധിയിൽ ഞാൻ തകരില്ല, ഇനി ആരൊക്കെ വന്ന് പറഞ്ഞാലും തകരില്ല, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത നിങ്ങൾ എന്തെന്തിക്കുമായിട്ട് അവസാനിപ്പിക്കുക. നിങ്ങൾക്കെന്ത് ചിന്തിക്കാനുണ്ട്, നിങ്ങൾക്കെന്ത് വിചാരിക്കാനുണ്ട്, അത് വിചാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. മറ്റുള്ളവരെന്ത് വിചാരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അത് അവരുടെ കാര്യം. നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്യുക. ഗോൾ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യുവർ റോൾ. നിങ്ങളുടെ റോളിനേക്കാൾ വലുതാണ് നിങ്ങളുടെ ഗോൾ. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഇന്ന് മുതൽ ഡേ 1 ഡേ എന്ന് പറയരുത്, ഡേ 1 റൈറ്റ് നൗ, ഇപ്പോൾ നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഞാൻ മാറും, ഞാൻ മാറാൻ തുടങ്ങിക്കഴിഞ്ഞു. പ്രതിസന്ധികളിൽ ഞാൻ തകരില്ല, പ്രതിസന്ധികളിൽ എന്നെ രക്ഷിക്കാൻ എൻ്റെ ക്രൈസ്റ്റ് കൂടെയുണ്ട്. ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ക്രൈസിസിനെ ഇല്ലാതാക്കാനുള്ള ശക്തിയാണ്. അതുകൊണ്ട് എൻ്റെ ക്രൈസ്റ്റിനെ ഞാൻ മുറുക്കി പിടിക്കുന്നു. എൻ്റെ ക്രൈസ്റ്റ് എന്നെ എപ്പോഴും ഏത് സമയത്തും ഏത് കാലത്തും രക്ഷിച്ചിരിക്കും എന്ന് ഞാനിതാ ഉറപ്പിച്ച് പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ എന്നെ മുന്നോട്ട് നയിക്കും. എന്നെ മുന്നോട്ട് നയിക്കാൻ എൻ്റെ ക്രൈസ്റ്റ് ഉണ്ട്. എൻ്റെ ഏത് ക്രൈസിസിലും എൻ്റെ ക്രൈസ്റ്റ് എന്നെ വിടാതെ പിടികൂടിയിട്ടുണ്ട്. അവൻ എന്നെ പിടിച്ചാൽ മതി, അവനെ പിടിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങളൊരു അൺസ്റ്റോപ്പബിൾ പേഴ്സണായിട്ട് മാറിയിരിക്കും. നിങ്ങളെ രക്ഷിക്കാൻ അവൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അവൻ നിങ്ങളെ രക്ഷിച്ചു വരിക്കും. നിങ്ങൾ ഉറപ്പിച്ച് പിടിക്കണമെന്ന് മാത്രം, നിങ്ങളുടെ വിശ്വാസം അവിടെ കൊടുക്കണമെന്ന് മാത്രം. വിശ്വസിക്കുന്നവനെ ഈശ്വരൻ ഇഷ്ടപ്പെടുകയുള്ളൂ, കഷ്ടപ്പെടുന്നവനെ ഈശ്വരൻ ഇഷ്ടപ്പെടുകയുള്ളൂ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മാനുവൽ നിന്നോടൊപ്പം ഞാനുണ്ടാവും. വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം. ഡൗട്ടുണ്ടോ? ഔട്ട്. ഡൗട്ട് ഉണ്ടാവരുത്, സംശയം ഒരു തരിമ്പ് പോലും ഉണ്ടാവരുത്. 100% വിശ്വസിക്കാൻ സാധിക്കണം. കാലവും മാറി, കഥയെല്ലാം മാറുകയാണ്. നമുക്ക് പുതിയ അറിവുകളും പുതിയ ആയുധങ്ങളും ശേഖരിക്കേണ്ടി വരും. ഈ ആയുധങ്ങളെന്ന് പറയുന്നത് അറിവുകളാണ്. അറിവുകളുള്ള മനുഷ്യൻ്റെ മുന്നിൽ ഒരു ദുഷ്ടശക്തിക്കും ഒരു തരിമ്പ് പോലും ആക്ട് ചെയ്യാൻ പറ്റില്ല. അവൻ്റെയൊക്കെ തല തകർത്ത് ദൂരെ എറിയാനുള്ള അറിവുകൾ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പാരഡൈം ഷിഫ്റ്റ് തയ്യാറാകണം. സ്റ്റീവൻ ആർ കോവെ പറയുന്നത് പോലെ സമീപന രീതിയിൽ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാകണം. ആ മാറ്റമായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റമായി മാറാൻ പോകുന്നത്. കൊറോണയല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ മനസ്സാണ്. ഈ മനസ്സ് മാറ്റാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും. അതിന് നിങ്ങൾ ഹോളി സ്പിരിറ്റിനെ പിടിക്കുക, ക്രൈസ്റ്റിനെ പിടിക്കുക. നിങ്ങളുടെ ക്രൈസിസ് എല്ലാം ക്രൈസ്റ്റ് ഏറ്റെടുത്തോളും. നിങ്ങൾ അവിടെ സമർപ്പിക്കുക. നിങ്ങളുടെ കുടുംബത്തെ ഒന്നടങ്കം ക്രൈസ്റ്റിന് മുൻപ് സമർപ്പിക്കുക. ഹോളി സ്പിരിറ്റിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ ഫലം, നിങ്ങൾ എത്രത്തോളം തീവ്രമായി പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥനയുടെ ഫലം തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ മുന്നിൽ സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് സത്യം. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് ഉരുകാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിളങ്ങാനും അവകാശമുണ്ടായിരിക്കും. അതിനാണ് കലാം സാർ പറഞ്ഞത്, ഇഫ് യു വാണ്ട് ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്ന് പറഞ്ഞത്. നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു സൂര്യനെ പോലെ ഉരുകാൻ തയ്യാറാകണം. അസ്ഥി ഉരുക്കുന്ന വേദനകൾക്കൊടുവിലാണ് ക്രിസ്തു ഉദ്ധാനം ചെയ്തതെങ്കിൽ അതേപോലെ ഉദ്ധാനം ചെയ്യാൻ നമ്മൾക്കും സാധിക്കും. അങ്ങനെ ഉദ്ധാനം ചെയ്യാൻ നമ്മൾക്ക് വേണ്ടത്ര കരുത്ത് ഈ ക്രൈസ്റ്റ് പകർന്നു തരും എന്ന് പറയുന്ന ആ ഒരു സത്യത്തിൽ ഉറച്ചു വിശ്വസിക്കണം. മാറ്റത്തെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിജീവിക്കും. മാറ്റത്തെ മുൻകൂട്ടി കാണുന്നവർ വിജയിക്കും. ഈ മാറ്റം, ഈ ഒരു സംസാരത്തിലൂടെ നിങ്ങൾക്ക് കിട്ടിയ ഒരു മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ മുൻനിരയിലെത്തും. നിങ്ങൾ മാറ്റത്തെ ഉണ്ടാക്കും. ആ മാറ്റം നിങ്ങളെ മന്നനാക്കി മാറ്റും, നേതാവാക്കി മാറ്റും. വാട്ട്സ് യുവർ റോൾ? ഇവിടെ എന്താണ് നിങ്ങളുടെ റോൾ? നിങ്ങൾ മാറ്റത്തെ ഉൾക്കൊള്ളാനാണോ പരിപാടി? അതോ ഉൾക്കൊണ്ടിട്ട് അതിജീവിക്കാനാണോ പരിപാടി? അതോ മുൻകൂട്ടി കണ്ടിട്ട് വിജയിക്കാനാണോ പരിപാടി? അതോ മാറ്റമുണ്ടാക്കി നേതൃനിരയിലേക്ക് കുതിക്കാനാണോ പരിപാടി? അത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. ചോയ്സ് ഈസ് യോസ്. അപ് ടു യു. വാട്ട്സ് യുവർ റോൾ? ഡിറ്റർമിൻ. നിങ്ങളുടെ ഡിസിഷനാണ്. ഡിസിഷനും എഫർട്ടുമാണ് ഒരാളുടെ ഫേറ്റ് തീരുമാനിക്കുന്നത്. ഗോൾ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യുവർ റോൾ. ബെസ്റ്റ് നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഗുഡുമായി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ബെസ്റ്റ്, ഞാൻ ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റായി മാറാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ആ ബെസ്റ്റ് എന്ന് പറയുന്നത് വെറും ഗുഡ് കൊണ്ട് തൃപ്തിപ്പെടാൻ ഞാൻ തയ്യാറില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ ഒരു ശക്തിക്കും എന്നെ തടയാൻ കഴിയില്ല. അതിനെല്ലാം അടിച്ചു തെറിപ്പിച്ച് പോകാനുള്ള കരുത്ത് ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. അതെൻ്റെ പ്രാക്ടീസിലൂടെ നേടിയെടുത്തതാണ്. സക്സസ് ഈസ് നോട്ട് എ മിസ്റ്ററി ബട്ട് മാസ്റ്ററി എന്നാണ് പറയുന്നത്. സക്സസ് എന്ന് പറയുന്ന ആരുടെയും മൊണോപ്പൊളി ഒന്നുമല്ല, കുത്തകയൊന്നുമല്ല. അത് ഓരോരുത്തരുടെയും ജന്മാവകാശമായിട്ട് കിട്ടേണ്ടതാണ്. അത് പിടിച്ചടക്കണം, എന്നിട്ട് തിരിച്ചു പിടിക്കണം ഓരോന്നിനും. ഗോ ഫോർ ദ ബെസ്റ്റ്, മൂവ് ഫോർ ദ ബെസ്റ്റ്, ബിഗിൻ ഫോർ ദ ബെസ്റ്റ്, അൺലോക്ക് ആൻഡ് അൺലീഷ് യുവർ അൺലിമിറ്റഡ് പവർ. ഹാവ് ആൻ എക്സ്ട്രാഓർഡിനറി പാഷൻ ഫോർ സക്സസ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അറിവുകൾ റിഫ്ലക്റ്റ് ചെയ്യണം. ഇന്നു മുതൽ റിഫ്ലക്റ്റ് ചെയ്യണം. അത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിരിക്കും. മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കും. മറ്റുള്ളവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അവസാനിപ്പിച്ചിട്ട് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുക. നിങ്ങൾ എത്രത്തോളം കറക്റ്റാണ്, നിങ്ങൾ എത്രത്തോളം ശരിയാണ്. വാട്ട്സ് മൈ ഫോൾട്ട്
എന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നേരെ കൈ ചൂണ്ടി നിങ്ങളെത്തോളം ശരിയാണ്, നിങ്ങളെത്തോളം ശരിയാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ കൈ ചൂണ്ടുന്ന അവസാനിപ്പിക്കുക. നിങ്ങളുടെ കണ്ണിലെ കമ്പും കൊളി എടുത്ത് കളഞ്ഞിട്ട് മതി മറ്റുള്ളവരുടെ കണ്ണിലെ കറയെടുക്കാൻ പോകാൻ. അത് നിങ്ങൾ അങ്ങനെ ഒരു ശീലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ നന്നായാൽ ലോകം നന്നാകും എന്നങ്ങ് തീരുമാനിക്കുക. നിങ്ങൾ നന്നായാൽ നിങ്ങളുടെ കുടുംബവും നന്നാകും എന്നങ്ങ് തീരുമാനിക്കുക. അവിടെയാണ് ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകേണ്ടത്. യുവർ സെൽഫ് ആൻഡ് ക്രിയേറ്റ് എ ന്യൂ വേർഷൻ ഓഫ് യു. അവിടെയാണ് പവർ എമിറ്റ് ചെയ്യുന്നത്. ആ പവർ എമിറ്റിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് പോകാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത്രയും നേരം പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാറ്റം നിങ്ങൾ ഹോളി സ്പിരിറ്റിന് മുൻപിൽ സമർപ്പിക്കുക. എനിക്ക് അതിൻ്റെ എക്സ്പോഷർ മാത്രം കിട്ടിയാൽ മതി. ഒരു ക്രെഡിറ്റും എനിക്കതിൽ ആവശ്യമില്ല. കാരണം ഇത് ഹോളി സ്പിരിറ്റിൽ മാത്രം ഈ വാക്കുകൾ ഞാൻ സമർപ്പിക്കുകയാണ്. വാക്കുകൾക്ക് ശക്തിയുണ്ട്. വേർഡ് ക്രിയേറ്റ്സ് ഓഫ് വേൾഡ്. ലൈഫ് ലോങ് ലേണിംഗ്. വചനമാണ് ലോകത്തെ സൃഷ്ടിച്ചത്. വചനമാണ് എന്നെ സൃഷ്ടിച്ചത്. വചനം ലോകം സൃഷ്ടിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും സൃഷ്ടിക്കാൻ വാക്കുകൾക്ക് സാധിക്കും. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാനും സാധിക്കും. വാക്കുകൾ കൊണ്ട് തലോടി കൊടുക്കാനും സാധിക്കും. വാക്കുകളാണ് ലോകത്തെ നിർമ്മിക്കുന്നത്. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, ചിന്തയിലുണ്ടാകുന്ന വാക്കുകൾ, പ്രവൃത്തിയിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ നിങ്ങൾക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. ഞാൻ പുറപ്പെടുവിക്കുന്ന വാക്കുകൾ മറ്റുള്ളവനെ വേദനിപ്പിക്കുന്നുണ്ടോ, കീറി മുറിക്കുന്നുണ്ടോ, അതോ അവനെ സന്തോഷിപ്പിക്കുന്നുണ്ടോ, അവനെ പരിപാലിക്കുന്നുണ്ടോ, അവരെ പരിപോഷിപ്പിക്കുന്നുണ്ടോ, അവനെ പരിചരിക്കുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കാം. എൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായമായിട്ടുണ്ടെങ്കിൽ ഞാനതിന് നന്ദി യൂണിവേഴ്സൽ സ്പിരിറ്റിനോടും എൻ്റെ പ്രിയപ്പെട്ട സന്തോഷ് അച്ഛനോടും പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരം, എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരം ഞാൻ എല്ലാം സന്തോഷ് അച്ഛനെയും എന്നെയും എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഹോളി സ്പിരിറ്റിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ഈ ഒരു അവസരത്തിനോട് ഞാൻ തീർത്താൽ തീരാത്ത നന്ദി അറിയിക്കുകയാണ്. ഒരിക്കലും ഈ ഒരു അപൂർവ നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം സന്തോഷ് അച്ഛൻ അത്രത്തോളം എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കൊല്ലക്കാരനാണ്. കൊല്ലമാണ് എൻ്റെ സ്വദേശം. ബേസിക്കലി ഞാൻ ഡിജിറ്റൽ ക്രിയേറ്ററും ഡിജിറ്റൽ ഫാക്കൽറ്റി ആയിരുന്നു കുറേ കാലം. ഇപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് എഡിസൺ ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റിക് അധ്യാപകൻ്റെ കീഴിൽ ഇപ്പോൾ മാസ്റ്ററി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അദ്ദേഹം തന്നെ എൻ്റെ ഒരു ബ്ലസ് ചെയ്തിട്ട് എന്നെ ഒരു ലിംഗ്വിസ്റ്റിക് ട്രെയിനറാക്കി മാറ്റി. എന്നെ ലിംഗ്വിസ്റ്റിക് ട്രെയിനർ ഓൾസോ യാവും. അപ്പോൾ ഞാനിപ്പോൾ ലിംഗ്വിസ്റ്റിക് ട്രെയിനറായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കോച്ചുമായിട്ട് ഇപ്പോൾ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ചെയ്തു വരുന്നുണ്ട്. സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ അജയ് രത്ന സാർ തന്നെയാണ്. ആ പറയുന്ന ചാനലിലൂടെ എല്ലാം സെൽഫ് ഹെൽപ്പും മോട്ടിവേഷനും ഒക്കെ തന്നെയാണ് പോകുന്നത്. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, പ്രൊഫഷണൽ എക്സലൻസും പ്രൊഫഷണൽ പേഴ്സണാലിറ്റിയും ഒക്കെ തന്നെയാണ് അതിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ലിംഗ്വിസ്റ്റിക് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. ഇറ്റ്സ് വെരി പവർഫുൾ. അപ്പോൾ എന്തായാലും സന്തോഷ് അച്ഛന് ഒരു വലിയ നമസ്കാരം നൽകിക്കൊണ്ട്, അതുപോലെ ഹോളി സ്പിരിറ്റിനോട് എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട്, ഒരു 1000 കോടി നന്ദി, ഇൻഫിനിറ്റ് ആയിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും ആർക്കെങ്കിലും വിഷമവും എന്തെങ്കിലും പ്രയാസം ഉണ്ടായിപ്പോട്ടെ ക്ഷമിക്കുക. അതുപോലെ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനും ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.